വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽ അവിടുത്തെ ആത്മാവ് നമ്മോട് കരുണ കാണിക്കുകയും നമുക്കായി വൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യട്ടെ. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയെ ഒരു 2 ഭാഗമായി, ഒന്ന് സമയപരിധിക്കുള്ളിൽ ഒന്ന് പങ്കുവെക്കുവാനാണ്, 2 ഭാഗമായി തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം വേഴ്സ് 1, 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 1 കൊരിന്ത്യർ 10:1 നാം ഇങ്ങനെ വായിക്കുന്നു. മതി. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 1 മുതൽ 2-3 വാക്യങ്ങളും ഒന്ന് വായിച്ചാൽ മൂന്നാം വാക്യവും മതി. ദൈവത്തിന് സ്തോത്രം. ഈ 2 വേദഭാഗത്തിൽ നിന്നുകൊണ്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. 64-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ 2ാമത് വായിച്ച ഭാഗത്ത് ഒരു ദൈവജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ആകാശങ്ങൾ കീറി ഇറങ്ങി വരുമ്പോൾ പർവ്വതങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നിന്ന് പറന്നു പോവുകയാണ്. തുടർന്ന് 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ സംഭവിക്കുന്നത് എന്താണ്? 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, തിങ്കൽ മെഴുക് നോക്കുക, ചുള്ളി കത്തുന്നത് പോലെ, വെള്ളം തിളയ്ക്കുന്നത് പോലെയും. നോക്കുക, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ചില മേഖലകളിൽ, ചില തലങ്ങളിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 3-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് വൻ കാര്യങ്ങൾ ഇതിനു മുൻപെങ്ങും ചെയ്തിട്ടില്ലാത്തതുപോലെ അവിടുന്ന് ചെയ്യുമ്പോൾ പർവ്വതങ്ങൾ തിരുമുൻപാകെ ഉരുകി മാറുകയാണ്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇത് ചെയ്യട്ടെ. നമുക്ക് ആദ്യം വായിച്ച വേദഭാഗത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. 1 Corinthians chapter 10, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-ാം വാക്യം തുടർന്ന് വായിക്കേണ്ട, ഞാനത് മുൻപോട്ട് കൃപയിൽ ആശ്രയിച്ച് പോയിക്കൊള്ളാം. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പസ്തോലൻ ഇങ്ങനെ ദൈവസഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് ഒരു ലേഖനം എഴുതി വരുമ്പോൾ ഒരു പഴയ നിയമ സംഭവമാണ് എടുത്തുകൊണ്ടുവരുന്നത്. നോക്കുക, പുതിയ നിയമസഭയ്ക്കാണ് എഴുതുന്നത്. അവരോടുള്ള ദൈവിക പദ്ധതി കൈമാറുമ്പോൾ അതിനാവലംബമായി എടുത്തതൊരു പഴയ നിയമ സംഭവമാണ്. നമുക്കത് നന്നായിട്ടറിയാം. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് എന്താണ് ഇവിടെ ഇടപെടുവാനുള്ളതെന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. സഭയ്ക്ക് എഴുതുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും തന്നെ മേഘത്തിൻ കീഴിലായിരുന്നു. നാം ഒരു പക്ഷേ പലതവണ ഇത് വായിച്ചിട്ടുണ്ടാകാം. അതിൽ വലിയ പ്രത്യേകതയും ചിലപ്പോൾ നമുക്ക് കാണുകയില്ല. അതിനെന്താ? They were all under the cloud. മേഘത്തിൻ്റെ കീഴിലായിരിക്കുന്നതിന് എന്താണ് വലിയ പ്രത്യേകത? സാധാരണയല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ മനുഷ്യരും ഇപ്പം നമ്മളിവിടെ ഒരു ഹോളിനകത്തിരിക്കുകയാണ്. ഈ കോൺക്രീറ്റിൻ്റെ കീഴിലാണ് നാം ഇരിക്കുന്നത്. നാം ഇപ്പോൾ ഈ ഷെയ്ഡിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നാം ഏതിൻ്റെ കീഴിലല്ല? മേഘത്തിൻ്റെ കീഴിലല്ല. എന്നാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ നാം ഈ പറഞ്ഞതുപോലെ മേഘത്തിൻ്റെ കീഴിലേക്ക്. ഓക്കെ, ഇനി പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്നവർ മാത്രമല്ലല്ലോ മേഘത്തിൻ്റെ കീഴിലേക്ക് ഇറങ്ങുന്നത്. സകലമാന ജനത്തെയും ചിന്തിച്ചു നോക്കൂ. എല്ലാ ആളുകളും ജീവിക്കുന്നത്, എല്ലാ ആളുകളും പാർക്കുന്നത് ഏതിൻ്റെ കീഴിലാണ്? അല്ലാതെ ആരും മേഘത്തിൻ്റെ മുകളിലല്ലല്ലോ. ഇനി വിമാനയാത്ര ചെയ്യുന്നവരാണെങ്കിൽ പറയാം, വിമാനങ്ങൾ പോകുന്നത്
പോയവർക്ക് അവർക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കിയാൽ എന്ത് കാണാം? മേഘം കാണാം. അപ്പം അവരേതിൻ്റെ മുകളിലാണ്? അവർ മേഘത്തിൻ്റെ മുകളിലാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ്റെ കീഴിൽ അല്ല. അതെന്താ അങ്ങനെ എഴുതാൻ കാര്യം? എല്ലാ ജനങ്ങളും മേഘത്തിൻ്റെ കീഴിലല്ലേ? ക്രൈസ്തവർ മാത്രമല്ലല്ലോ. അല്ല, ഈ പറഞ്ഞ പിതാക്കന്മാർ, പഴയ നിയമ ഇസ്രായേൽ ജനം മാത്രമേ ഉള്ളൂ മേഘത്തിൻ്റെ കീഴിൽ? എല്ലാ ജീവജാലങ്ങളും മേഘത്തിൻ്റെ കീഴിലായിരിക്കെ എന്തുകൊണ്ട് സഭയ്ക്ക് ലേഖനം എഴുതി വന്നപ്പോൾ അപ്പോസ്തലൻ എന്തുകൊണ്ട് പിതാക്കന്മാർ മേഘത്തിൻ്റെ കീഴിലായി എന്ന് പറഞ്ഞു? ആ വിഷയമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ മേഘമെന്നുള്ള ആ വിഷയത്തിൻ്റെ മുകളിൽ ഒരു പെൻസിൽ എടുത്തിട്ട് നിങ്ങളൊരു ബ്രാക്കറ്റിൽ ഒരു വാക്ക് ഒന്ന് എഴുതിയേക്കണം. മേഘം എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു പെൻസിൽ എടുത്തിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഒന്ന് എഴുതിയേക്കണം, ഷെഖേന. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഷെഖേനയുടെ കീഴിലായിരുന്നു. എഴുതി വന്നപ്പോൾ ഞാൻ പറയാം, പരിഭാഷയിൽ അത് മേഘമെന്നായതാണ്. ശരിക്കും അതിൻ്റെ വാക്ക് ഷെഖേന എന്നാണ്. അതിനെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ തേജസ്സിൻ്റെ മേഘമെന്നാണ് അവിടെ വരേണ്ടുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്കതിൻ്റെ ആ വാക്കിൽ തന്നെ ഒന്ന് നിൽക്കാം. ഷെഖേന. എന്താണ് ഷെഖേന? ഷെഖേന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യത്തെ വിളിക്കുന്ന പേരാണ് ഷെഖേന. ദ വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണത്തക്കവണ്ണം വരുന്നതിനെ അവർ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ അന്ന് കൊടുത്തിരുന്ന വാക്ക് അന്നും ഇന്നും ദൈവത്തിൻ്റെ തേജസ്സിനെ ഇറങ്ങി വരുമ്പോൾ, കാണത്തക്കവണ്ണം വരുമ്പോൾ അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഷെഖേന എന്നായിരുന്നു. സ്തോത്രം. മനസ്സിലാക്കണം, കേവലം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്നും നാം കാണുന്ന ഏത് കാര്യമല്ല, ക്ലൗഡിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. മേഘം എല്ലാവർക്കും കാണാം, എല്ലാവരും മേഘത്തിൻ്റെ കീഴിലുമാ. അതല്ല ഇവിടെ പ്രതിപാദ്യം. പിതാക്കന്മാരെല്ലാവരും ഷെഖേനയുടെ കീഴിലായിരുന്നു. എന്തുകൊണ്ട് അവർ ഷെഖേനയുടെ കീഴിൽ ആകുവാനായിട്ടിടയായി? അഥവാ ദൈവജനത്തിൻ്റെ മീതെ എന്തുകൊണ്ട് കർത്താവ് തൻ്റെ ദൃശ്യമായ സാന്നിധ്യം ആ നിലയിൽ ഇടുവാൻ കാരണമെന്താ? അതിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കൊന്നിറങ്ങാം. കഴിഞ്ഞ 4 തലമുറകളായി, ഒരു 400 വർഷക്കാലമായി ദൈവജനം അനുഭവിച്ച പാടുകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതൊന്നും വായിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാ മനസ്സിൽ ഓർമ്മകളിൽ നിന്ന് നല്ല നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് ഒരു 4ാം തലമുറ വന്നപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ, കാരണം വിടുവിക്കപ്പെടേണ്ടുന്ന, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണുന്ന, പുറത്തേക്ക് വരേണ്ടുന്ന ഒരു തലമുറയായപ്പോൾ കഴിഞ്ഞ 3 തലമുറകളായി അനുഭവിക്കാത്ത വല്ലാത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ പോരാ, വല്ലാത്ത വെല്ലുവിളി, ശാരീരികമായും മാനസികമായും എല്ലാ നിലകളിലും, ആത്മീയമായി സകല മേഖലകളിലും അവരെ തകർത്തിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ജോലിയോട് ജോലി, ചെയ്താൽ തീരുന്നില്ല, ചെയ്യാൻ ശ്രമിച്ചിട്ടെങ്ങും ഒക്കുന്നില്ല, ചെയ്താൽ പരാതി, ചെയ്തില്ലെങ്കിൽ പരാതി. ഇനി ഇതെല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചാൽ ചെയ്തതിനുള്ള പ്രതിഫലവും കിട്ടുന്നില്ല. നോക്കുക, ഒരു തലമുറയുടെ പ്രത്യേകതയാണ്. ശാരീരികമായി, മാനസികമായി, ആത്മികമായി, ഭൗതികമായി എല്ലാ തലങ്ങളിലും വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന തലമുറ. അവരിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, എന്നെങ്കിലും പുറത്തു വരുമോ, എന്നെങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഇല്ല, കേൾക്കാതിരിക്കത്തില്ല എന്നവരിങ്ങനെ പ്രത്യാശയോടെ ഇരുന്നപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം.
ഒരു രാത്രിയിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇങ്ങനെ കർത്താവ് ഓരോന്നാ ദേശത്ത് ചെയ്ത് വരുമ്പോൾ ഒരു രാത്രിയിൽ അവരുടെ മേലൊരു നിർബന്ധം വരികയാണ്. പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക, ഞാൻ നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൻ്റെ മറുപടിയുടെ ആശ്വാസം കേട്ട് ആ ഒറ്റ രാത്രിയിൽ അവർ പുറത്തിറങ്ങിയതൊക്കെ നമുക്കറിയാം. നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മളത് പാടാറുണ്ട്, തിരുവഴുത്തുകളിൽ നാം അത് വായിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവർ ഇത്രയും നാളുകൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ കത്തുന്ന സൂര്യൻ അവരുടെ മുകളിലുണ്ട്. സൂര്യൻ അവരെ വിയർപ്പിൽ കുളിപ്പിക്കുമായിരുന്നു. പകലും രാത്രിയും വല്ലാത്ത ഭാരം അവരിലേക്ക് കടന്നു വന്നു. ഇന്നലെ വരെ കാണാത്ത ഒരു മേഘം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ. കഴിഞ്ഞ ദിവസവും അവർ സാധാരണ മേഘം കണ്ടിരുന്നു. എന്നും അവർ മേഘം കാണുന്നവരാണ്. അല്ല, വല്ലപ്പോഴുമൊക്കെ കാർമേഘം കാണുന്നവരാണ്. ഇടിയോടുകൂടി മഴ അവർ കാണുന്നവരാണ്. ഇങ്ങനെ എന്നും കാലാവസ്ഥയുടെ മാറ്റവും കാർമേഘങ്ങളും വെള്ളിമേഘങ്ങളും ഒക്കെ ധാരാളം കണ്ടവർ. ഇതൊക്കെ കണ്ടിട്ടും അവർക്ക് ആശ്വാസമുണ്ടായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സാധാരണ മേഘം കാണുമ്പോൾ അവർക്ക് ആശ്വാസമില്ല. നിങ്ങൾക്കറിയാമോ, നേരം വെളുക്കുമ്പോൾ അവർക്ക് ടെൻഷനാണ് കൂടുന്നത്. കാരണം കഴിഞ്ഞ രാത്രി ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്. എന്തുകൊണ്ടാണ് അവർ രാത്രിയിൽ വൈകി വന്ന് കിടക്കുന്നതെന്നറിയാമോ? ഈ പ്രതിയോഗി അവരെ സമയത്ത് വീട്ടിലേക്ക് വിടുകയില്ല, ആവോളം ഇട്ട് അധ്വാനിപ്പിക്കുകയാണ്. അതിൻ്റെ പിൻപിൽ ഒരു ഉദ്ദേശം അവർക്കുണ്ട്. ഞാൻ പറയുന്നത് അല്പം പരിജ്ഞാനത്തിൽ നിങ്ങളൊന്ന് എടുക്കണമേ. അന്ന് ദേശം വാഴുന്ന പ്രതിയോഗിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ വളരെ സ്ട്രോങ് ആൾക്കാരാണ്. കാരണം അന്ന് മിസ്രൈമ്യർ ഭയങ്കര കരുത്തുള്ളവരാണ്. മിസ്രൈമ്യർക്ക് സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, തന്ത്രങ്ങൾക്ക് കുറവില്ല, കഴിവിന് കുറവില്ല, കാര്യപരിപാടികൾക്ക് പദ്ധതികൾക്ക് ക്ഷാമമുള്ള നാടല്ല ഈജിപ്റ്റ്. പക്ഷേ ഈ ജനത്തെ നോക്കുമ്പോൾ ഞങ്ങൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, അവരുടെ ആരോഗ്യം നോക്കിയപ്പോൾ, അവരുടെ കരുത്ത് നോക്കിയപ്പോൾ, അവരുടെ കഴിവ് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് ഇവർ നമ്മെ മറികടക്കുമോ, ഇവർ നമ്മെ തകിടമറിക്കുമോ എന്ന് ആ ദേശത്തിൻ്റെ ആധിപത്യത്തിന് മനസ്സിലായപ്പോൾ ഗൂഢമായി ഒരു പദ്ധതി ഇട്ടത്, ഇവരെ ഒന്ന് ശാരീരികമായിട്ട് ഇവരെ തകർക്കണം. കാരണം ആരോഗ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ള ഒരു സന്തതി പുറത്തു വരികയുള്ളൂ. രോഗം വാഴുന്ന ഒരു ഭവനമാണെങ്കിൽ, രോഗം വാഴുന്ന ഒരു കുടുംബമാണെങ്കിൽ ഏതിന് സാധ്യതയുണ്ട്? ജനിക്കുന്ന കുഞ്ഞിനും ഈ ഒരു പാരമ്പര്യ കെടുതി വരുവാൻ സാധ്യതയുണ്ട്. ഈ തലമുറയിൽ അവരുടെ ആരോഗ്യം തളർത്തണം. കാരണം ഇനി ഇവർ വളരുവാൻ പാടില്ല, ഇനി ഇവർ പെറ്റുപെരുകുവാൻ പാടില്ല, ഇനി ഒരു സന്താന വർധനവ് വേണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ശാരീരികമായി തളർത്തുവാൻ എത്രയും മാക്സിമം വൈകി വീട്ടിലെത്തിയാൽ, നമുക്കറിയാം ജോലി ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടും പിറ്റേന്ന് അതിരാവിലെ കളത്തിലെത്തുകയും വേണം. വൈകി ചെന്നാൽ അതിൻ്റെ ഫൈൻ വേറെ, അതിൻ്റെ മർദ്ദനം വേറെ. അപ്പം അതുകൊണ്ട് എങ്ങനെയും വന്നൊന്ന് കിടന്നാൽ മതിയെന്നേ ഞാൻ പറഞ്ഞത്. ഒരു തലമുറ പുറത്തു വരാതിരിക്കാൻ, ആരോഗ്യമുള്ള ഒരു ജനം പുറത്തു വരാതിരിക്കുവാൻ ശരീരം കൊണ്ടും ഉള്ളം കൊണ്ടുമായി എല്ലാ നിലകളിലും തകർക്കുന്ന ചില മേഖലകളെ ദൈവജനം ആത്മാവിലൊന്ന് തിരിച്ചറിയണം. വല്ലാതെ എവിടെയൊക്കെയോ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വല്ലാതെ എവിടെയൊക്കെയോ ചില ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഒരു പുതിയ വിടുതൽ പുറത്തു വരുവാനുള്ളവാ. അതിലേക്ക് പ്രാർത്ഥിച്ച് കയറാൻ അനുവദിക്കാതെ,
അതിലേക്ക് വിശ്വാസത്തിന്റെ ആഴത്തിൽ പോകാൻ അനുവദിക്കാതെ എപ്പോഴും അങ്ങ് വല്ലാത്ത ക്ഷീണമെന്ന് വയ്യ 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 എന്ന് പറയുന്ന അല്ല, പറയിപ്പിക്കുന്ന. ആരോഗ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, പക്ഷേ ഒന്നിലും ഒരു ഉത്സാഹമില്ലാതെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തലമുറ വർദ്ധിച്ചു വരാതിരിക്കാൻ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിലാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു വാഴുന്നതെങ്കിൽ, ആമേൻ, ദൈവസഭയിലെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ആരോഗ്യമുണ്ടെങ്കിൽ അത് തലമുറയിലേക്കും അതേ അഭിഷേകം, അതേ ആരോഗ്യം ചലിക്കുക തന്നെ ചെയ്യും. പക്ഷെ പലപ്പോഴും പ്രാർത്ഥിച്ചു കയറാൻ അനുവദിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക മാത്രമല്ല ആത്മീയ ആരോഗ്യവും മോശമാണ്. ഒരു കാരണവശാലും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാതെ, ഒരു കാരണവശാലും ഒന്ന് പോരാടാൻ കഴിയാതെ, ഒരു കാരണവശാലും മുന്നേറാൻ കഴിയാതെ തളർത്തുകയാ. അങ്ങനെ ഒരു പകലത്തെ അധ്വാനം മുഴുവൻ ശരീരത്തിൽ വഹിച്ച് അതിൻ്റെ വേദനയും അതിൻ്റെ ക്ഷീണവും കൊണ്ട് ഒത്തിരി വൈകിയാണ് എബ്രായർ എവിടെ എത്തുന്നത്? അവരവരുടെ കൂടാരങ്ങളിൽ എത്തുന്നത്. വന്ന് കയറിയിട്ട് വേണമല്ലോ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ. ഇത്രയും നേരം അവർ നമ്മളെ ഒതുക്കിക്കൊണ്ടായിരുന്നത്, ഇത് വന്നിട്ട് വേണം ഇനി വീട്ടിലെ കാര്യം ഒന്ന് ഒതുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും സമയം തികയുന്നില്ല. ഈ പകൽ ദൈവാത്മാവ് വെളിപ്പാടിൽ ഒരു കാര്യം ചോദിക്കുകയാ. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമുക്ക് സമയം തികയാതെ പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ, എവിടെയൊക്കെയോ ചിലത് എങ്ങും എത്തുന്നില്ല എന്നൊരു ചോദ്യം വരുന്നെങ്കിൽ, ഇന്ന് പകൽ ചിലതിൻ്റെ ആഴത്തെ നാം വിവേചിച്ചോണം. എവിടെയാണ് എൻ്റെ സമയങ്ങളെ വല്ലാതെ തളർത്തുന്ന? സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഉള്ള സമയത്ത് ഒരു കാര്യം ഒട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ ചെയ്തിട്ട് ഒട്ട് തികയുന്നുമില്ല. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ പറയാറില്ലേ, ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഞാൻ ഒത്തിരി പഠിച്ചിട്ടുമാണ് വന്നത്, പക്ഷേ സമയം തികഞ്ഞില്ല. ലോഡ് ഒത്തിരി മുൻപിലുണ്ട്, കഴിവുണ്ട്, പഠിച്ചതാണ്, പക്ഷേ സമയത്ത് എഴുതി തീർക്കാൻ കഴിയാത്തതുപോലെ എവിടെയൊക്കെയോ ചിലതൊക്കെ പൂർത്തീകരിക്കണമെന്നുണ്ട്, എവിടെയൊക്കെയോ ചിലത് തീർക്കണമെന്നുണ്ട്. പക്ഷേ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിലത് തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവാത്മാവിൽ ഒന്ന് വിവേചിച്ചുകൊണ്ടിരിക്കണമേ. ഇന്ന് പകൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു റിലീസ് തരാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും ഒരുപോലെ സമയം ക്രമീകരിച്ചു തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നാം ഒന്ന് പ്രവേശിക്കട്ടെ. എവിടെയൊക്കെയോ അനുഭവിക്കുന്ന ചില വീർപ്പുമുട്ടലുകൾ, സമയത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവരുണ്ടോ? യെസ്, സമയം എന്നൊരു വാക്ക് വന്നപ്പോൾ ആമേൻ അതിൻ്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് ആമേൻ ഇങ്ങനെയൊന്ന് പോവുക. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാ. ചിലർ പറയുന്നല്ലോ അവൻ്റെ സമയം മോശമാണെന്ന്. ആര്? നമ്മൾ പറയുകയല്ല, വേറെ ചിലര് അങ്ങനെ പറഞ്ഞങ്ങ് വെക്കുകയാ. സമയം ശരിയാവുന്നില്ലെന്നേ. എന്നാൽ ഇന്ന് പകൽ സമയങ്ങളെ തൂക്കിയിട്ടവൻ, സമയത്തെ സൃഷ്ടിച്ചവൻ സമയം ശരിയാക്കി തരാൻ പോവുകയാണെന്ന്. പിൽക്കാലത്തെ മുൻകാലത്തേക്ക് സമയത്തിൻ്റെ മേൽ ഇന്ന് പകൽ ഒരു ജയം ദൈവജനം ഏറ്റെടുക്കട്ടെ. ആമേൻ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാകാം, മൗനമായിട്ടെങ്കിലും രഹസ്യമായിട്ടെങ്കിലും പുറത്തു പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ ടൈം വല്ലാതെ മോശമാണെന്നാണ് തോന്നുന്നത്, എൻ്റെ സമയം ടൈം എന്നെയും കൊണ്ടങ്ങ് പോകത്തേ ഉള്ളന്നേ. അങ്ങനെ ഭാരപ്പെടുന്ന തലങ്ങളിൽ സമയങ്ങളെ ദൈവത്തിന് തിരിക്കാൻ പദ്ധതി ഉണ്ടെന്ന് എന്ന പകൽ തിരിച്ചറിയും. ഒരിക്കൽ ആഹാസിൻ്റെ ഘടികാരത്തെ നോക്കിയിട്ട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞത്, ഘടികാരം ആരുടേതാ? ആഹാസിൻ്റെതാ. ഘടികാരം പണിതത് ആഹാസായിരിക്കാം, പക്ഷേ അതിൻ്റെ സമയത്തെ നിയന്ത്രിക്കുന്നത് ആഹാസേ നീയല്ലെന്ന്. അക്കങ്ങളുടെ മേലൊരു ജയം, സമയത്തിൻ്റെ മേലൊരു ജയം. എന്താ പറഞ്ഞത്? എൻ്റെ ആയുസിൻ്റെ സമയം പോയെന്ന്. യോവേൽ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ആ പ്രവാചകനിൽ കൂടെ കർത്താവ് ഓർപ്പിച്ചൊരു കാര്യം ഇതാ, നിങ്ങളുടെ ആണ്ടുകൾ എന്തൊക്കെയോ നിങ്ങളെ വാട്ടിക്കളഞ്ഞില്ലേ,
പുഴു തിന്നുകളഞ്ഞു. തുള്ളൻ തുടങ്ങിയ ഒരുപാട് ഒരു 4 കൂട്ടങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇല വാട്ടിക്കളഞ്ഞ്. ജീസസ്. ഈ വൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തുന്നവർക്ക്, ചെടികളും പച്ചക്കറിത്തോട്ടമൊക്കെ നട്ട് വളർത്തുന്നവർക്കറിയാം. അവർ രാവിലെ ചെന്ന് ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. എന്താ? ഇതിൻ്റെ ഇലകളെല്ലാം ദാണ്ട തുരന്ന് വെട്ടിവെച്ചതുപോലെ കൺമുമ്പിൽ എവിടെയൊക്കെയോ ചിലത് വെട്ടിമുറിഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങളുണ്ട് ഇന്നലകളിൽ വന്നു എങ്കിൽ. തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പഴു, വെട്ടുക്കിളി, ഇതെല്ലാം കൂടെ മാറി വന്ന് ഒരു ദുരിതം മാറുമ്പോൾ മറ്റൊന്ന്, ഒരു ക്ഷീണം മാറുമ്പോൾ മറ്റൊന്ന്, ഒന്ന് ശരിയായെന്ന് പറയുമ്പോൾ അല്ല ഒന്നും ശരിയാകാത്ത ചില തലങ്ങൾ. എത്ര ഇട്ടിട്ടും അങ്ങോട്ട് ഈ ചീട്ടിട്ട് നോക്കുന്നത് പോലെ അല്ല, പല വഴികൾ പരിശ്രമിച്ച് നോക്കിയില്ലേ, ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ലെന്ന്. പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാ പറഞ്ഞത്. ഇതെല്ലാം കൂടെ വെട്ടിമുറിച്ച് നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങളുടെ സമയങ്ങളെ, ആണ്ടുകളെ, ഇയേഴ്സ്, ഇന്ന് പകൽ എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു. ഒരു പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലർ പറയും, എന്നെ ആ കാര്യം ഓർപ്പിക്കരുതേ, പ്ലീസ്, അതെന്നെ എന്നോട് ആ വിഷയം ചോദിക്കരുത്. കാരണം അതെൻ്റെ ജീവിതത്തിൽ ഒരു പരാജയത്തിൻ്റെ മുറിവെന്ന പോലെ. ദൈവമൈതലേ, ഈ 6-ാമത്തെ പകൽ ദൈവാത്മാവിന് ചിലരോട് ആശ്വാസിപ്പിക്കാൻ പറയാനുള്ളൊരു കാര്യം ഇതാണ്. ആണ്ടുകളെ ദൈവം നിയന്ത്രിച്ചു തരാൻ പോവാ. ആണ്ടുകളെ ദൈവം മടക്കി തരാമെന്ന്. സംവത്സരങ്ങളെ പകരം സംഭവിക്കട്ടെന്ന്. എവിടെയൊക്കെയോ വേദന അനുഭവിച്ച, ആരൊക്കെയോ വേദനിപ്പിച്ചു കൂട്ടിയ ഒത്തിരി ആണ്ടുകളുടെ സംവത്സരങ്ങളുടെ തിന്മ അനുഭവിച്ച ദൈവമൈതലേ, കാലങ്ങളെ ദൈവം തിരിച്ചു തരുമെന്ന് ആഹാസോട് പറഞ്ഞ എന്തോന്നറിയാമോ? ആഹാസേ, ഘടികാരം നിൻ്റേതായിരിക്കാം, ക്ലോക്കിൻ്റെ ഉടമ നീ ആയിരിക്കാം, പക്ഷെ ആ ക്ലോക്കിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ. നമുക്കറിയാം, സമയം ഓടുന്നത് മുൻപോട്ടാ. ലോകത്തിൽ ഇന്നുവരെ ആര് ശ്രമിച്ചാലും അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിഭാസങ്ങൾ ഈ ലോകത്തുണ്ട്. മനുഷ്യനോ ശാസ്ത്രത്തിനോ തത്വശാസ്ത്രങ്ങൾക്ക് ഒന്നിനും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്, പിടികിട്ടാത്ത ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അതിലൊന്നാണ് ടൈം, അതിലൊന്നാണ് സമയം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സമയം നമ്മളെ ഒന്നും കാത്തു നിൽക്കത്തില്ല. ടൈം എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത്. ടൈം എപ്പോഴും മുൻപോട്ടാണ്. നമുക്കൊത്തിരി കൊതിയില്ലേ, നമുക്കൊത്തിരി ആഗ്രഹങ്ങളില്ലേ എന്ന് നമ്മളിരുന്നുകൊണ്ട് ഭാവന കാണാറില്ലേ? നമ്മൾ ചുമ്മാ സമയം കിട്ടുമ്പോഴേക്കും ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മളൊക്കെ ഓർമ്മകളുടെ തടവറയിലേക്ക് പോകാറുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു സ്വയം ഒരാശ്വാസത്തിന് വേണ്ടി. ഇന്നിൻ്റെ ദുരിതം ഒന്ന് മറക്കാൻ, ഇന്നിൻ്റെ ദുഃഖം മറക്കുവാൻ നമ്മളൊക്കെ മനഃപൂർവ്വം ഈ സമയത്തിൻ്റെ തടവറയിലേക്കൊന്ന് ഓടിച്ചെന്നിട്ട് നമ്മളൊക്കെ ഒന്ന് നമ്മുടെ പഠിച്ച സ്കൂളിലേക്കും ക്ലാസ്സിലേക്കും സ്കൂൾ മുറ്റത്തേക്കും പഠിച്ച കോളേജിലേക്കും അന്നത്തെ കാലഘട്ടത്തിലോട്ടൊക്കെ നമ്മളൊന്ന് ഓടി, ചുമ്മാതെ സമയം കളയാൻ വേണ്ടി, ചുമ്മാതെ ടൈം പാസ് അല്ല, വേദന മറക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളൊരു നെടുവീർപ്പോടുകൂടി ഇതെല്ലാം ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെ പറയും, ആ കാലമൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ. ലോകം നമ്മോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ, അത് നിൻ്റെ സ്വപ്നം മാത്രമാ, ഒരിക്കലും നിൻ്റെ ടൈം ഇനി തിരിച്ചു വരികയില്ല. പക്ഷേ ആഹാസിൻ്റെ ഘടികാരത്തെ നോക്കിയിട്ട് തമ്പുരാൻ ഒരു ദൂത് പറയാം ചെന്ന് പറഞ്ഞു. യെഹെസ്കേലിനോട് ചെന്നൊരു ആലോചന പറ. ഈ ക്ലോക്ക് ഓടുന്നത് എങ്ങോട്ടാ? മുമ്പോട്ടാ. ഇന്ന് വരെ അതിൻ്റെ ഘടികാരം എന്ത് ചെയ്തിട്ടില്ല? പിറകോട്ട്. ഈ നമ്മളൊക്കെ വാച്ചിന് ഇങ്ങനെ സമയം കൊടുക്കുന്നവരാണെങ്കിൽ, ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ
അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് അത് നമ്മളിങ്ങനെ താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. നമ്മുടെ വാച്ച് 5 മിനിറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു സ്റ്റൂൾ ഇട്ട് കയറി ആ ക്ലോക്കിൻ്റെ സൂചിയെ നമുക്കൊന്ന് ചുമ്മാതാ. അത് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റാ. അങ്ങനെ വെച്ചത് കൊണ്ട് സമയം പുറകോട്ട് പോയോ? ഇല്ല, സൂചിയേ പുറകോട്ട് വന്നുള്ളൂ. സൂചിയാണ് പുറകോട്ട് വന്നത്, സമയം എങ്ങോട്ട് തന്നെ, സമയം മുൻപോട്ട് തന്നെ. പലപ്പോഴും ഘടികാരം നമ്മെ കബളിപ്പിച്ചോ? പലപ്പോഴും നമ്മെ കാലഘട്ടം കളിയാക്കുന്നുണ്ടോ? ദൈവ പൈതലേ, ദൈവാത്മാവ് പറയുക, ചെന്ന് പറ, അവൻ്റെ കലണ്ടറിൽ, അവൻ്റെ ഘടികാരത്തിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാ. നിഴലിനെ ഞാൻ എങ്ങോട്ടാക്കും? തിരിച്ചു പിടിക്കുമെന്ന്. നിഴലിനെ എടാ എങ്ങനെ നിഴൽ പുറകോട്ട് പോകും? എങ്ങനെ സൂര്യഘടികാരത്തിൽ എങ്ങനെയാ സൂചി പിറകോട്ട് കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടോ? അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടോ? സ്വർഗത്തിന് ടെക്നോളജിക്കൊരു ഒരു ക്ഷാമവുമില്ല ദൈവ പൈതലേ. ഈ പകൽക്കാലം എവിടെയൊക്കെയോ ചിലതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട ആണ്ടുകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പ്രാരംഭ സെഷനിൽ ദൈവാത്മാവ് ഇങ്ങനെ ഓർപ്പിക്കുക, സമയത്തിൻ്റെ മേലൊരു സ്വാതന്ത്ര്യവും സമയത്തിൻ്റെ മേലൊരു ജയവും ദൈവം നൽകാൻ പോവുകയാണ്. കർത്തദാസൻ ആമൻ പകൽ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞുവിട്ട വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഇരുവരും വയസ്സ് ചെന്നു, ടൈം ഔട്ട്, സമയം കഴിഞ്ഞെന്നേ. മാറി നിൽക്കെന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിൽ, പ്രായം കഴിഞ്ഞില്ലേ, യു ആർ എബൌട്ട് ടു ഡൈ, നിങ്ങൾ തീരാറായെന്നേ, മാറി നിൽക്ക, പ്രതീക്ഷ ഒന്നുമില്ല. നോക്കണമേ, നമ്മുടെ സമയമാ പോയത് കേട്ടോ. സമയം നമ്മെയാ തോൽപ്പിച്ചത്. പക്ഷേ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഒരു പുതിയത് തുടങ്ങുക, ഒരു പുതിയ തലമുറ വരുവാൻ ഇന്നും പകൽ അതിവിടെ സംഭവിക്കട്ടെന്ന്. കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ കഴിവിൻ്റെ പരമാവധി രാത്രിയെ ഞാൻ പകലാക്കി അധ്വാനിച്ചതാ, രാത്രിയെ ഞാൻ പകലാക്കി പഠിച്ചതാ. ഞാൻ ഒത്തിരി കണക്ക് കൂട്ടിയതാ, ഒത്തിരി ഡയറികൾ, പരാജയപ്പെട്ട ഡയറികൾ. ജീസസ്, എന്തോ ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. ഒത്തിരി പരാജയപ്പെട്ട ഡയറികൾ നമ്മുടെയൊക്കെ കൈകളില്ലേ. ഈ നമ്മൾ പിന്നെ ഡയറി നോക്കുകയല്ല, കാരണം ആ ഡയറികളെല്ലാം കൂടെ നമ്മെ ഒരുമാതിരി കളിയാക്കുമെന്നേ. സാരമില്ല, ദൈവം സമയത്തെ ജയിച്ചു തരാൻ പോവുകയാ. സമയത്തിൻ്റെ മേലൊരു ജയം കൽപ്പിക്കാൻ പോവുകയാ. സമയത്തിൻ്റെ മേലൊരു സ്വാതന്ത്ര്യം ഇന്ന് പകൽ ഇവിടെ കൽപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ? 4ാമത്തെ തലമുറയിൽ സംഭവിച്ചത്, അവർ അധ്വാനിച്ചിട്ട് സമയം തികയുന്നില്ലെന്നേ. വീട്ടിലെ ജോലിയും കൂടെ കഴിയുമ്പോൾ നാളെ അതിരാവിലെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. അതോർക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ചെന്ന് കട്ടിലേലോട്ട് കിടക്കുകയും പിന്നെന്തോ സംഭവിക്കുന്നേ? ഒറ്റ ഉറക്കമാ. അവരുടെ കുറ്റമല്ല, അധ്വാനം അവരെ അതുപോലെ തളർത്തി, അധ്വാനം അതുപോലെ ക്ഷീണിപ്പിച്ചു. അപ്പോൾ ഈ പ്രതിയോഗി കണക്ക് കൂട്ടിയത് എന്തോന്നറിയാമോ? ഇവരെ പരമാവധി ലേറ്റാക്കി വീട്ടിലേക്ക് വിട്ടാൽ, ഇവരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിച്ചാൽ, ഇവരുടെ ആരോഗ്യത്തിൻ്റെ ചാറുണ്ടല്ലോ, അവൻ്റെ പ്ലാൻ അതായിരുന്നു. കാരണം ഇവർ നല്ല കരുത്തുള്ളവരല്ലേ. ഇന്ന് പകൽക്കാലം പറയുന്നത് ഒരു ആത്മമണ്ഡലം പറഞ്ഞു വരുന്നത്. ഇവരെ കണ്ടാൽ ഇവർക്ക് നല്ല നല്ല ആരോഗ്യമല്ലേ. ഇവൻ്റെ ചാറ്, ഇവൻ്റെ ആരോഗ്യമുണ്ടല്ലോ, ഇവൻ്റെ മുഴുവൻ അധ്വാനവും നമുക്ക് ഊറ്റണം. എവിടത്തേക്കാ? ഈജിപ്തിൻ്റെ മണ്ണിൽ ഒരു വെള്ളത്തിൽ കുതിർന്ന ഒരു സ്പോഞ്ച് എങ്ങനെ പിഴിഞ്ഞെടുക്കാമോ എന്നതുപോലെ
പരമാവധി ആ തലമുറയുടെ ആരോഗ്യത്തെയും അവരുടെ സമയത്തെയും അവരുടെ കഴിവിനെയും അവൻ പ്ലാൻ ഇടുക. ഇത് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ പിഴിയുമെന്ന് പിഴിഞ്ഞ് ഞങ്ങളുടെ മെതിക്കളത്തിൽ, ഞങ്ങളുടെ കൽക്കളത്തിൽ, ചുരുക്കത്തിൽ യവൻ ഈ അധ്വാനവും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം ഏതുപോലെ ചെല്ലണം? ഒരു ഒരുണക്ക കൊള്ളി പോലെ വേണം യവൻ എന്ത് ചെയ്യാൻ? കയറിച്ചൽ. മീൻസ് പ്രതിയോഗി പറയുന്നത് ഇവനെ കൊണ്ട് ഇനി ഒന്നും നടക്കരുത്. എവിടെ നടക്കരുതെന്നാ? വീട്ടിലൊന്നും. നിന്റെ അധ്വാനം മുഴുവൻ എവിടെ വേണം? ഞങ്ങൾക്ക് വേണം. ഇതാണ് അവൻ്റെ പ്ലാൻ. ഇങ്ങനെ പരമാവധി ശരീരം കൊണ്ട് തളർത്തി, മനസ്സുകൊണ്ട് തളർത്തി, സമയവും തികയുന്നില്ല, ആകെ വല്ലാത്ത ഭാരം, ശരീരത്തിനൊരു സുഖവുമില്ല. ഒന്നിച്ചിരി ആരോഗ്യമുണ്ടായിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കാനേ. ഞാൻ പറയുന്നത് ഒന്ന് പരിജ്ഞാനത്തിൽ കണ്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭാവന കാണാൻ, എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണണമെങ്കിൽ ഇച്ചിരി പച്ചയും ജീവനും ആരോഗ്യമൊക്കെ വേണ്ടേ? മുഴുവൻ ആരോഗ്യത്തെയും ചോർത്തിക്കളയുന്ന, മുഴുവൻ ഉത്സാഹത്തെയും ചോർത്തിക്കളയുന്ന ഫറവോന് വെല്ലുവിളി ഓർക്കുമ്പോൾ അവർ പറഞ്ഞു, അയ്യോ അങ്ങ് കിടന്നാ മതി. ചുരുക്കി പറഞ്ഞാൽ നടക്കേണ്ടുന്ന ഒരു വിടുതലുണ്ടല്ലോ. ഏത്? ഈ മത്തായി സുവിശേഷകന്റെ ഭാഷയിലേക്ക് വരാമെങ്കിൽ നമ്മൾ അധികം വായിക്കാത്ത ഒരു അധ്യായമാണല്ലോ ചാപ്റ്റർ 1. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു, എന്തിനാ ഇങ്ങനെ വേസ്റ്റായിട്ടുള്ളൊരു അധ്യായം മത്തായി സുവിശേഷം 1-ാം അധ്യായം? എന്തിനാ ചുമ്മാ വേദോത്സവത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്? വല്ല കാര്യമുണ്ടോ? വേസ്റ്റായിട്ടൊരു അധ്യായം എഴുതി വെച്ചല്ലോ എന്ന് ഞാൻ പണ്ട് വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലാകാത്ത ഒരു ചാപ്റ്ററായിരുന്നു മാത്യു ചാപ്റ്റർ 1. കാരണം ആ അധ്യായം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, വളരെ മനോഹരമായ ഒരു പദമാണ് ദൈവം തൻ്റെ ദാസനെ കൊണ്ട് എഴുതിപ്പിച്ചത്. മറ്റ് പല പരിഭാഷകളിൽ അത് വേറെയൊക്കെ നിലവാരങ്ങളിൽ വന്നുവെങ്കിലും അതിൻ്റെ ഒറിജിനൽ പരിഭാഷ തന്നെ മലയാളത്തിൽ കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരധ്യായമാണ് ജീസസ്. അതൊരു ദൂതായിട്ടൊന്ന് ഞാൻ കൊണ്ടുവന്നോട്ടെ. ഇതുപോലെ നമ്മളും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പലതും നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ വിചാരിക്കും, അതിപ്പോൾ പ്രത്യേകിച്ച് നോക്കാൻ തന്നെ. നോക്കണം, അതിനകത്താണ് വലിയ സംഭവം കിടക്കുന്നത്. എന്നറിയാമോ? മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരു പദമുണ്ട്. എന്തുവാ? നമുക്ക് പിടികിട്ടത്തില്ല. ചിലപ്പോൾ നമ്മളതിനെ പുച്ഛിക്കാൻ വരട്ടെ, അതിനെ വില കുറയ്ക്കാൻ വരട്ടെ. അതിനകത്ത് വലിയ മർമ്മം കിടപ്പുണ്ട്. ദൈവവേദന എന്തിനാ ഇതിങ്ങനെ ജനിപ്പിച്ചു എന്ന് എഴുതിയെന്നറിയാമോ? ഒരു പേജ് കളയാൻ വേണ്ടി അല്ലെന്നേ, വെറുതെ കുറേ മഷി കളയാൻ വേണ്ടി അല്ലെന്നത് എഴുതിപ്പിച്ചത്. അതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. ചിലത് പുറത്ത് വരണമെന്നായി പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ഹിതം നീ തളരരുത്, അതായി പറഞ്ഞു വരുന്നത്. ക്ഷീണത്തിൻ്റെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ശോധനകളുടെ നടുവിൽ ദൈവത്തിനെ തളരരുത്, ജനിപ്പിക്കാൻ തയ്യാറാകുക. ഇനി മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലെ ജനിപ്പിക്കലിനെ നമുക്ക് 3 ഘട്ടമായിട്ട് തിരിക്കാം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ കാര്യം. ഒന്നാമത്തെ ഒരു കൂട്ടം ജനിപ്പിക്കൽ പ്രവാസത്തിന് മുൻപാ. അതൊക്കെ പിന്നെ വായിച്ചാൽ മതി. ഒരു കൂട്ടം ജനിപ്പിക്കൽ നടന്നത് ഏതിനു മുൻപാ? ബാബേൽ പ്രവാസത്തിന് മുൻപാ. വലിയ പ്രശ്നമില്ല. എന്താ കാര്യം എന്നറിയാമോ? രാജ്യം ആരും പിടിച്ചടക്കിയിട്ടില്ല, ഭീഷണിയില്ല, വെല്ലുവിളിയില്ല, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പം ഏത് നടന്നോളും, സുഗമമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭീഷണി വരുന്നത്. എടുത്തോണ്ടങ്ങ് പോയി. നാട് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ ജനിപ്പിച്ച പ്രിയപ്പെട്ടവർ, ജനമായിരുന്നവരെല്ലാം അവരുടെ
അവരവരായിരുന്ന തലങ്ങളിൽ നിന്ന്, ദേശത്ത് നിന്ന് മാറ്റപ്പെട്ട് എങ്ങോട്ട് പോയി? പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദേശത്തേക്ക്. പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സുഖകരമെന്നും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എന്നും ഓടുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വരും. അവരിപ്പോൾ ഏത് ദേശത്ത് പോയി? സ്വന്തമല്ലാത്ത ജീസസ്. പക്ഷേ ഒന്നാമത്തെ പിന്നീട് നിങ്ങൾ ശാന്തമായി നോക്കിക്കോ. രണ്ടാമത്തെ ഘട്ടം എന്തോന്നറിയാമോ? കുറച്ച് പേരെ ജനിപ്പിച്ചത് ഏത് കാലത്താ? പ്രവാസകാലത്താ. എന്തിനാ പ്രവാസകാലത്ത് ജനിപ്പിക്കുന്നത്? എന്നാ കാര്യത്തിനാ? ദൈവം ഞങ്ങളെ വിറ്റ് കളഞ്ഞില്ലേ? ദൈവം ഞങ്ങളെ എറിഞ്ഞു കളഞ്ഞില്ലേ? നല്ലൊരാലയം ഉണ്ടായിരുന്നു, ഈ അവരെല്ലാം കൂടെ കൊണ്ടുവന്ന് തകർത്തില്ലേ? ഞങ്ങളുടെ നാട് പോയില്ലേ? ഞങ്ങളുടെ മതിൽ പൊളിച്ചില്ലേ? ഞങ്ങളുടെ ആലയം പോയില്ലേ? ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ജനിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആത്മീയ അർത്ഥത്തിലേക്കാണ് ഒന്ന് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞു, പ്രവാസമാണെങ്കിലും ഞങ്ങൾ തളരുകയില്ലെന്ന്, ഞങ്ങൾ മടുക്കുകയില്ലെന്ന്, ഒരു തലമുറ ഞങ്ങളിൽ നിന്ന് വന്നേ പറ്റൂ. ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ നമുക്ക് ചിലതിനെ പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോന്ന്, അതിനുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്ന്. പ്രാർത്ഥനാ ജീവിതം, ദൈവിക ചിന്തയുടെ കരുത്ത് നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് ജനിപ്പിക്കലുകൾ നടന്നുകൊണ്ടേയിരിക്കട്ടെ. അതിന് മനോഹരമായൊരു ഭാഷയാണ് പൗലോസ് അപ്പോസ്തലൻ ആമേൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. വിശ്വാസത്താൽ ഒനേസിമോസിന് ആമേൻ ഫിലോമോന് കത്തെഴുതുമ്പോൾ പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തടവിലായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ? ജനിപ്പിച്ച. അതെങ്ങനെ? പോള് തടവിലായിരുന്നപ്പോ 10 ദിവസത്തെ എന്തോ പറയുന്നത്, അതിനെന്തോ പറയുന്നത്, പുറത്തിറങ്ങുന്നതിന് എന്തോ പറയുന്നത്, പരോളിറങ്ങി കല്യാണം കഴിച്ച് അങ്ങനെ ജനിപ്പിച്ച മകനാണോ? അല്ല. തടവിലിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന്? ഞാൻ ജനിപ്പിച്ചെന്ന്. ജനിപ്പിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന ദൈവ പൈതലേ, ജീവിതത്തിൻ്റെ പരിമിതികളുടെ നടുവിലും ക്ഷീണിച്ചു പോകരുതെന്ന്. നമ്മുടെ അകത്ത് ആ വിത്ത് കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകലൊന്ന് തിരിഞ്ഞു നോക്ക്. ദൈവം നമ്മെ കാലങ്ങൾക്ക് മുമ്പ് വിളിച്ചപ്പോൾ ആമേൻ വറ്റിയ നിന്ന് തോന്നിയെങ്കിലും ദൈവ പൈതലേ ഇല്ല, വിത്ത് അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അതും ഇന്ന് പകൽ ചിലരുടെ മേൽ കൈമാറുക. ആമേൻ, എൻ്റെ കാലഘട്ടം വല്ലതും നടക്കുമോ? എന്നെ കൊണ്ട് വല്ലതും നടക്കുമോ? ഞാൻ വെറും ശൂന്യനായെന്നോ, ഞാൻ വെറും കഴിവുകെട്ടവനെന്നോ കഴിവുകെട്ടവളെന്നോ ഇന്ന് മകൾ ചിന്തിക്കുന്നെങ്കിൽ ദൈവാത്മാ പറയുന്നു, ഇല്ല, നിന്റെ അകത്ത് വിത്ത് കിടപ്പുണ്ട്, നമ്മുടെ അകത്ത് ആ ജീവൻ കിടപ്പുണ്ട്. ഒന്നും നനയ്ക്കാൻ തയ്യാറാകാ. എവിടെയൊക്കെയോ ഉണങ്ങിപ്പോയത്, എവിടെയൊക്കെയോ ചാരമൂടിയെങ്കിൽ, എവിടെയൊക്കെയോ മണ്ണ് മൂടിയെങ്കിൽ, ഇല്ല, ജീവന്റെ ഒരു തുടിപ്പ്, ഒരു പച്ചയുടെ തളർപ്പ്. ജീസസ്, ഒരു പച്ചയുടെ തളർപ്പ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ആ ഭൂമി മുഴുവൻ ചേറും ചെളിയും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, എങ്ങും പച്ചപ്പില്ലാതിരിക്കുന്ന ഒരനുഭവത്തിൽ നോക്കുക, ഒരു തളിർപ്പ്, അതൊരടയാളമാണ്. സാധ്യതകളുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കണ്ടപ്പോൾ നോഹയ്ക്കൊരു കാര്യം മനസ്സിലായി. തളിർപ്പ് ഇനിയും ഈ ഭൂമിയിൽ നടക്കുമെന്ന്. ഇന്ന് പകൽ, ഈ 6ാം പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഒരു തളർപ്പ് ആത്മാവിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഒരു തളർപ്പ് ആത്മാവിൽ ഏറ്റെടുത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ചിലത് കൺമുമ്പിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ആ ഒറ്റ തളർപ്പ് കണ്ടപ്പോൾ നോഹിക്കൊരു കാര്യം മനസ്സിലായി. ഭൂതലം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണങ്ങാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഭാവി കാലത്ത് വിതയും കൊയ്ത്തും ഇവിടെ നടക്കുമെന്ന് ഞാൻ ദൂത് കൈമാറുക. മടങ്ങി വരട്ടെ. ഒരു തലമുറ ജനിക്കാൻ അനുവദിക്കാതെ എണ്ണം കുറയണം, ആരോഗ്യം നശിപ്പിക്കണം,
ജീവനുള്ള ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകരുതെന്ന് പ്രതിയോഗി ഷെഡ്യൂൾ ഇട്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെയൊക്കെ ചർച്ചകളിൽ ഇങ്ങനെ ഈ പ്രയർ ഇങ്ങനെ എന്താ കുടുംബങ്ങളെ ലിസ്റ്റ് എഴുതിയിടുമല്ലോ. അത് നോക്കിയാണല്ലോ പാസ്റ്റർ പറയുന്നത് 1-ാം ആഴ്ച 2-ാം ആഴ്ച പ്രാർത്ഥനയെന്ന്. ഇതേപോലെ പ്രതിയോഗി ഒരു ലിസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഏറ്റവും കരുത്തുള്ളവൻ, ഏറ്റവും തടുമിടുക്കുള്ളവൻ, ആരോഗ്യമുള്ളവനെ അങ്ങേ അറ്റത്തെ കളത്തിൽ കൊണ്ടിടുന്നു. അവൻ കുറെ നടക്കട്ടെന്നേ, അവൻ കുറെ വെയിൽ കൊള്ളട്ടെന്നേ, അവന് കുറച്ചുകൂടെ കരുത്തുണ്ട്, അവൻ കുറച്ചുകൂടെ ഒക്കെ ചവിട്ടി തേക്കട്ടെന്നും പറഞ്ഞു ഒരു കുടുംബത്തെ ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുമെന്ന്. അവൻ്റെ കയ്യിൽ ഇങ്ങനെ ലിസ്റ്റ് കിടക്കുക. ഇന്ന കുടുംബം ഇത്ര മണി മുതൽ ഇത്ര വരെ ജോലി ചെയ്തോണമെന്ന്. തകർക്കുന്ന വെല്ലുവിളിയാ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ വട്ടമിട്ടേ, പ്രവാചകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ പിന്നെ അധികം പറഞ്ഞു കേൾക്കുന്നില്ലെന്ന് തോന്നുന്നത്. എന്തോ ഇട്ട് ഇല്ലേ എന്നുവെച്ചാൽ ഓരോ കുടുംബത്തെയും ഇങ്ങനെ വട്ടമിട്ട് വെച്ചിരിക്കുക. നിന്നെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നീ കിടന്ന് പാടുപെടണം. ആത്മിക ജീവിതത്തിൻ്റെ വെല്ലുവിളിയെ നമ്മൾ ഇന്ന് പകൽ ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ദൈവാത്മാവിടെ ചുരുളഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സമയങ്ങൾ അങ്ങോട്ട് തികയാത്തതെന്നേ? എടാ, ഇതേ സമയത്തിനുള്ളിലല്ല വേറെ ചിലർ പ്രാപിച്ചത്. എവിടെയൊക്കെയോ നമ്മെ കാലഘട്ടം കുടുക്കിയെങ്കിൽ, കാലഘട്ടം എവിടെയൊക്കെയോ നമ്മെ പിടിച്ച് കുടുക്കിയിട്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നാം പുറത്തിറങ്ങണമെന്നേ. ഈ കാലഘട്ടത്തിൽ തന്നെ നാം വർദ്ധിച്ചേ മതിയാകത്തുള്ളൂ. അപ്പം അവനിങ്ങനെ ടൈം എഴുതിയിട്ടിരിക്കുക. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇന്ന കുടുംബം. ഇങ്ങനെ ചുരുക്കത്തിൽ അവൻ്റെ പ്ലാൻ ഇതാണ്. ദേശത്ത് ഒറ്റ കുടുംബവും ഇനി എന്ത് ചെയ്യാൻ പാടില്ല. റേഷൻ കാർഡിൽ ഇനി ഒരു പുതിയൊരു പേര് എഴുതി ചേർക്കരുതെന്നാണ് അവൻ്റെ പദ്ധതി. അതിനുവേണ്ടി അവൻ ശരീരം കൊണ്ട് തളർത്താൻ നോക്കി, ആരോഗ്യം കൊണ്ട് തളർത്താൻ നോക്കി. മനസ്സിലാവുന്നുണ്ടോ? ആ ക്ഷീണം നിമിത്തം, തളർച്ച നിമിത്തം ഒരു തലമുറ ജനിച്ച് വീഴുകയില്ല എന്ന് അവൻ വിചാരിച്ചു. പക്ഷെ എന്താ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ഫറവോൻ അവരെ പീഡിപ്പിക്കും തോറും. പിടികിട്ടുന്നുണ്ടോ? എടാ, വളരാൻ അനുവദിക്കത്തില്ലെന്നും ഒന്നിനെ നീ ജനിപ്പിക്കത്തില്ലെന്നും ഒരു പുതിയത് കാണുകയില്ലെന്ന് അവൻ അവിടെ വട്ടമിട്ട് വെക്കട്ടെന്ന്. പക്ഷെ എവര് പറഞ്ഞെന്തോ അറിയാമോ? ഈ എത്ര ക്ഷീണമുണ്ടെങ്കിലും ഞങ്ങൾ ഒരു പുതിയത് ചേർക്കാൻ തയ്യാറാണെന്നാ. ആത്മാവിൽ ബലപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ ഈ തലമുറയിൽ ചിലത് ജനിക്കുമെന്ന്, അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ചിലത് നടക്കട്ടെന്ന്. എന്റെ രോഗക്കിടക്കയെ മാറ്റി വിരിച്ച അത് ആരോഗ്യമുള്ള കിടക്കയായി മാറട്ടെന്ന്. ഈ പകൽ വിട്ടുമാറാതെ വെല്ലുവിളിക്കുന്ന രോഗക്കിടക്ക പോലെ ക്ഷീണിപ്പിക്കുന്ന ചില കിടക്കകളെ നോക്കി പരിശുദ്ധാത്മാവിൽ വെളിപ്പാടിൽ പറയുക, ആ കിടക്ക മാറട്ടെ. ചില പുതപ്പുകൾ വിട്ടുമാറി, ഗെറ്റ് ഔട്ട്. ചില വ്യക്തികളെ വിട്ടുമാറാ. ചിലതിനെ ജനിപ്പിക്കേണ്ട കിടക്ക, ചിലത് ജനിച്ചു വീഴേണ്ട മുറിയിൽ. ഇന്ന് പകൽ അവിടെ ശഖര ഇറങ്ങട്ടെ. ഇന്ന് പകൽ അവിടെ തേജസ് ഇറങ്ങട്ടെന്ന്. ഇത് പിതാക്കന്മാരുടെ മുറിയിൽ മാത്രമല്ല, മരുഭൂമിയിൽ വെളിപ്പെട്ട ഒരു ശഖര അവന്റെ സഭയിൽ ആവശ്യമാ, അവന്റെ ഭവനങ്ങളിൽ ആവശ്യമാ, അവന്റെ തലമുറയിൽ ആവശ്യമാ. ജീസസ്, ഉരുണ്ടു കയറുന്ന കാർമേഘങ്ങൾക്ക് വീളിൽ ഒരു സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങാമെങ്കിൽ ജീസസ് ശഖേന ഇറങ്ങട്ടതായി പറഞ്ഞു വരുന്നത്. ഫറവോൻ എന്താ വാദിച്ചത്? നിന്നെ രോഗിയാക്കി കടത്തുവിടാ. പക്ഷെ അവരൊരു കാര്യം തീരുമാനിച്ചു, നീ ഞങ്ങളെ പീഡിപ്പിക്കും തോറും ഞങ്ങൾ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന്. മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ ജീവൻ പ്രാപിക്കുക. ചിലതിനെ വലിച്ചു കീറ. യെസ്, ശഖേന ഇറങ്ങട്ടെന്ന് പുതിയ നിയമസഭയ്ക്കായി എഴുതിയതാ. ഇതൊരു കെട്ടുകഥയല്ല. അന്ന് തേജസ് ഇറങ്ങിയെങ്കിൽ
സ്വർഗം ഓഫായി പോയിട്ടില്ല. തേജസ്സിന് വേണ്ടി നിൽക്ക. എന്നെ മുൻപോട്ട് നടത്താൻ രാവും പകലും എന്നെ വഴി കാട്ടേണ്ടതിന് ആ ഗ്ലോറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മഹത്വത്തിൽ കുറഞ്ഞെനിക്കൊന്നും വേണ്ട. എൻ്റെ തലമുറ വിടുവിക്കപ്പെട്ടേ പറ്റൂ. അഭിഷേകത്താൽ നിറഞ്ഞേ പറ്റുമത്. വിട്ടുകൊടുക്കരുത്. ഇനി ഇങ്ങനെ പോയാൽ പോരാ. ഇത് ഷെഖാനയുടെ തലമുറയായി മാറട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം അന്ന് തേജസ് കൊടുത്തെങ്കിൽ എവിടെ പോയി? അവരൊരു കാര്യം തീരുമാനിച്ചു. നീ ഞങ്ങളെ രോഗിയാക്കാൻ നോക്കും തോറും, നീ ഞങ്ങളുടെ സമയം വെട്ടിക്കുറയ്ക്കും തോറും, പരിജ്ഞാനത്തിലും കണ്ടാൽ മതി, എത്ര ക്ഷീണമാണെങ്കിലും എത്ര വയ്യായെങ്കിലും, പുതിയ നിയമത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരിക, ഇനി എത്ര വയ്യായെങ്കിലും, എത്ര ഉറക്കച്ചടമാണെങ്കിലും, എത്ര കോട്ടുക വന്നാലും ജനിപ്പിച്ചിട്ടേ ഉള്ളത്, ഒരു വെളിപ്പാട് കണ്ടിട്ടേ ഉള്ളത്. ബാക്കി 4-ാം യാമത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു തലം. എന്തിനാ കർത്താവ് അവിടെ നീ 4-ാം യാമം വരെ വെയിറ്റ് ചെയ്തത്? കർത്താവ് ഒരിക്കലൊരു മറുപടി ഇങ്ങനെ തരുവാനായിട്ടിടയായി. പകലൊക്കെ അവർക്ക് എന്നെ കാണാൻ സുഖമാണ്, കാരണം നല്ല വെട്ടവും വെളിച്ചവുമല്ലോ ഉണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ യാമങ്ങൾ പലതും ബൾബ് ഓഫ് ആകുന്നത് പോലെ, വെൻ എവറിത്തിങ് എല്ലാം ഓഫായി വരുമ്പോൾ, നമുക്കറിയാമല്ലോ, വീട് പൂട്ടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സകല സ്വിച്ചും എന്തു ചെയ്യും? എല്ലാ സ്വിച്ചും ഓഫാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി വീട്ടിൽ എന്ത് വേണ്ട? വെളിച്ചം വേണ്ട. അങ്ങനെ ഓരോ സ്വിച്ചും ഓഫായ ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ. കർത്താവ് ചിലരോട് സംസാരിക്കുക. ഒരു സ്വിച്ച് ഓഫായപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ വിചാരിച്ചു അടുത്ത ലൈറ്റ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ സ്വിച്ചുകൾ പലതും ഓഫായി. മുഴുവൻ ഇരുട്ടാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ പത്രോസ് ഹേരോദാവിനാൽ പിടിക്കപ്പെട്ട് അവൻ്റെ പ്ലാൻ നേരം വെളുക്കുമ്പോൾ യാക്കോബിനെ കൊന്ന പോലെ, യാക്കോബിനെ തട്ടി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ, അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാകാൻ, വിശ്വാസികളിൽ ആദ്യത്തെ രക്തസാക്ഷിയല്ല, അത് സ്തെഫാനോസാണ്. പക്ഷേ യേശു കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടിരുന്നത് യാക്കോബായതുകൊണ്ട് ദൈവം അത് അനുവദിക്കുകയായിരുന്നു. ആ വാള് അപ്പുറത്ത് രാഗിക്കൊണ്ടിരിക്കുക. ആ വാള് രാകുമ്പോഴേക്ക്, ഞാനങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്, പിറ്റേന്ന് ഒരുത്തനെ തട്ടണമെങ്കിൽ അവനെ അങ്ങ് തളർത്താൻ വേണ്ടി, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു വെളിപ്പാടായിട്ട് കണ്ടോണം, അവനെ തളർത്താൻ വേണ്ടി, അവനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി അവനെ തകർക്കേണ്ട ആ വാളുണ്ടല്ലോ, അതിങ്ങനെ ഉരയ്ക്കുന്ന ശബ്ദം ഒരു മതിലിനപ്പുറത്ത് നിന്ന് കേൾപ്പിക്കുമെന്ന പുസ്തകത്തിൽ വായിച്ചത്. ആരാച്ചാർ വന്നിങ്ങനെ ഉരയ്ക്കുമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ജീസസ് കുറഞ്ഞതൊരു 3 നേരമെങ്കിലും, ഒരു കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് രാഗുമെന്നേ. ഈ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ, ആ വാള് പറയുന്നത് എന്തോന്നറിയാമോ? നിന്നെയും ഇതുപോലെ രാഗിക്കളയുമെന്നേ. അങ്ങനെ വേദനിപ്പിക്കുന്ന ശബ്ദങ്ങളും വേദനിപ്പിക്കുന്ന സംഭവങ്ങളും. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നത്? അല്ല ദൈവമായതല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ്. പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്.
തലേ രാത്രിയിൽ സകല പ്ലാനിനെയും തകിടം മറിച്ചുകൊണ്ട് ആ മുറിയിൽ, നിങ്ങൾക്കറിയാമോ, ആ മുറിയിൽ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഏഞ്ചൽ ആ മുറിയിലെത്തി. ഒരു പ്രോഫറ്റിനെ, ഒരു പ്രവാചകനെ ദൈവം അവിടെ അയച്ചില്ല. പക്ഷേ ദൈവമേ, എന്താ കരുതിയത്? നമ്മൾ ഉദ്ദേശിക്കുന്ന തലമല്ലെന്ന് ചില മേഖലകളൊക്കെ ദൈവം വെച്ചേക്കുന്നത്. ഒരു പ്രവാചകനെയോ ഒരു മനുഷ്യനെയോ ഒരു സുഹൃത്തിനെയോ അയക്കാൻ പറ്റുകയില്ല. കാരണം അത്രയ്ക്ക് ബന്ധവസ. ജീസസ്, നിങ്ങൾക്കറിയാമോ, ആ ബന്ധവസിനെ കുറിച്ച് ഹേരോദാവിന് നല്ല ബോധ്യമുണ്ടല്ലേ. അവൻ എത്ര പേരെയാ കുറഞ്ഞത് നിർത്തിയിരിക്കുന്നത്? 4 വീതം. കുറഞ്ഞത് എത്ര പേരാ? ഇല്ലേ, 16 ആൾക്കാർ കുറഞ്ഞത് അവിടെ ഉണ്ടല്ലോ. അതിൻ്റെ താക്കോൽ, അതിൻ്റെ കീ മറ്റൊരുത്തൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ചിലതിനെ പൂട്ടിയതിൻ്റെ താക്കോൽ മറ്റൊരുത്തൻ്റെ കയ്യിലായിരിക്കാം. ഇനി ഞാനറിയാതത് തുറക്കത്തില്ലെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാമോ, താൻ നിയമിച്ച ഈ പടയാളികളെ കുറിച്ച് ഹേരോദാവിന് നല്ല ബോധ്യമാണ്. പക്ഷേ സ്വർഗത്തിനും നല്ല ബോധ്യമുണ്ട് അവിടെ എന്തുമാത്രം ബന്ധവസുണ്ടെന്ന്. പിടികിട്ടിയോ? ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്ന്, ഞാൻ ഏതു തടവിലാണെന്ന്, ഞാൻ ആരുടെ തടവിലാണെന്നും, എൻ്റെ നാളെക്കുറിച്ച് നമ്മൾ സാധാരണ ഒരുപാട് ചിന്തിക്കുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഈ ഒരുവൻ മരിച്ചു കഴിഞ്ഞ് ഈ അവസാന ശ്വാസത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജീസസ് വിൽ കം, കർത്താവ് വരുമെന്ന്. പക്ഷേ അവസാന തുള്ളി ശ്വാസം പോയപ്പോൾ ആ വീടിന് ആരെയാ പറയേണ്ടതെന്നറിയില്ല. കർത്താവിനോടുള്ള സ്നേഹ നിമിത്തം കർത്താവിനെ ഒന്നും പറയാനും ഒക്കുന്നില്ല, എന്നാലൊട്ട് വന്നുമില്ല. ഇതെന്തൊരു സ്നേഹിതനാ, ഇതെന്തൊരു സ്നേഹിതനാ. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഈ തക്ക സമയത്ത് കാലുമാറുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്നേഹിതൻ കാലുമാറുന്ന സ്നേഹിതനല്ല. ഹീസ് മൈ ഫ്രണ്ട്. കാലുമാറുന്ന സ്നേഹിതനല്ലിത്. നിങ്ങൾക്കറിയാമോ, ജീവൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അടുത്ത പ്ലാൻ എങ്ങനെ കുഴിയിലേക്ക് ഇറക്കാമെന്ന, എങ്ങനെ കുഴിയിലേക്ക് വെക്കാമെന്ന എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശു തമ്പുരാൻ ചിന്തിക്കുന്നത് 4-ാം ദിവസത്തെക്കുറിച്ചാണ്. പിടികിട്ടിയോ? എല്ലാവരും എന്നെ കുഴിയിലേക്ക് ഇറക്കുന്നത് ചിന്തിക്കുമ്പോൾ തമ്പുരാൻ ചിന്തിക്കുന്നത് എങ്ങനെ അവനെ അതിൽ നിന്ന് കൊണ്ടുവരാമെന്ന. ശവക്കല്ലറകളെ തുറന്ന് ഇട്ട് മൂടട്ടെന്നേ, വെട്ടി അങ്ങ് മൂടട്ടെന്ന്. ഇതാരോടോ ദൈവാത്മാവ് ഇന്ന് പകലം ഉദ്ബോധിപ്പിക്കുക. വെട്ടി മൂടട്ടെന്നേ. കൊണ്ടുവെക്കാവുന്നിടത്തെല്ലാം അവർ കൊണ്ടുവച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. സർവജ്ഞാനിയായ കർത്താവ്, എല്ലാം അറിയുന്ന കർത്താവ് പണ്ടിതുപോലൊരു ചോദ്യം ചോദിച്ചു. തോട്ടത്തിൽ വന്ന് ചോദിച്ചു, നീ എവിടാന്ന്? തമ്പുരാൻ്റെ കണ്ണാണോ ഒന്നും കാണാതിരിക്കുന്നത്? അതേപോലൊരു ചോദ്യം പുതിയ നിയമത്തിൽ ബെഥാന്യയിലെ ഒരു വീട്ടിൽ വന്നിട്ട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കൊണ്ടുവെക്കാവുന്നിടത്തെല്ലാം കൊണ്ടുവെക്കട്ടെന്നവർ. മനസ്സിലാകുന്നുണ്ടോ? ജീസസ് വെച്ചിടത്ത് ചെന്ന് ദൈവം പൊട്ടിക്കുമെന്ന്. ജീസസ്
ഉരുട്ടൻ്റെ അടുത്ത് ചെന്ന് വെട്ടിമാറ്റേണ്ട അടുത്ത് വെട്ടിമാറ്റി കുഴിയിൽ നിന്ന് തിരിച്ചു കയറ്റുന്നതാ ദൈവത്തിന്റെ ആലോചന. ഞാനിത് പകൽ മടങ്ങി വരട്ടെ. ഒരു തലമുറ ജനിക്കരുതെന്ന് അവൻ പദ്ധതിയിട്ടപ്പോൾ ജീസസ് എബ്രായർ ഒരു തീരുമാനിച്ചു. നീ ഞങ്ങളെ എത്ര കിടത്താൻ നോക്കിയാലും, എത്ര മടുപ്പിക്കാൻ നോക്കിയാലും, ഞങ്ങൾ എണ്ണത്തിൽ എന്തു ചെയ്യും? ഞങ്ങൾ എണ്ണത്തിൽ പെരുകും. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃപ പലരിലും എന്തു ചെയ്തെന്ന? പെരുകിയെന്ന. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് പെരുകൽ. നിങ്ങൾക്കറിയാമോ, ഈ സൃഷ്ടിപ്പിൻ്റെ ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ദൈവം ജീവജാലങ്ങളോട് പോലും പറഞ്ഞതേ, സമുദ്രത്തിലെ മത്സ്യത്തോട് ദൈവം പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? പെരുകണമെന്നാ. പറവജാതിയോട് പറഞ്ഞത് പെരുകണമെന്നാ. ഞാൻ അതിനകത്തെ ഒരു കണക്ക്, അതിനകത്തെ ഒരു മാത്സ് ഒന്ന് പറഞ്ഞോട്ടെ. നാം സ്കൂളിലൊക്കെ കണക്ക് പഠിച്ചപ്പോഴേ നമുക്ക് അല്പനേരം നമ്മുടെ സ്കൂളിലേക്കൊന്ന് പോകാം, കണക്ക് മുറിയിലേക്കൊന്ന് പോകാം. അയ്യോ, പഴയ കണക്ക് മാഷിനെ ഓർക്കുമ്പം തന്നെ ഇപ്പോഴും അയ്യോ സാറ്, അയ്യോ ഇപ്പോഴും എന്നെ വിജയലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകല്ലേ എന്ന്. എനിക്കൊരു വിജയലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പറയുമ്പം രക്ഷിക്കപ്പെടാത്ത ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അറിയാവുന്ന ഭാഷ എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? വിജയലക്ഷ്മി ടീച്ചർ ഇന്ന് വരല്ലേ എന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും തോറും അവരാരോഗ്യത്തോടെ കണക്ക് ക്ലാസ്സിൽ വരികയും ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത പ്രാർത്ഥന എന്തുവാണെന്നറിയാമോ? അന്ന് വാച്ചില്ല, വാച്ച് നോക്കാൻ അറിയത്തുമില്ല. പിന്നാണ് ക്ലോക്ക് പഠിച്ചത് പിന്നീടാ. ഈ ടീച്ചർ ആദ്യത്തെ പ്രാർത്ഥന ഏതായാലും ചീറ്റി, ടീച്ചർ വന്നു. പിന്നെ അടുത്ത പ്രാർത്ഥന എന്തുവാണെന്നറിയാമോ? നിങ്ങൾ പറ. കർത്താവേ, ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ ക്ലാസ് അങ്ങ് എവിടെ 45 മിനിറ്റ് ആകാതെ. എന്നാലും ആ ടീച്ചർ പോകത്തുമില്ല. നമുക്ക് കണക്ക് ക്ലാസ്സിലേക്കൊന്ന് പോയാൽ ഈ കണക്ക് പഠിച്ചവർക്കറിയാം, അടിസ്ഥാനപരമായി ഒരു അതിനെ പറയുന്ന 4 ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായി ഒരു 4 ക്രിയകളുണ്ട് ഇല്ലേ? ഏതൊക്കെയാണെന്നറിയാമോ? കൂട്ടുക, കുറയ്ക്കുക, 4ാമത്തത് എന്തുവാ? ഡിവിഷൻ ഇല്ലേ? സ്തോത്രം. ഇതറിഞ്ഞിരിക്കണം ദൈവമക്കൾ. എന്തുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ കണക്കിൽ പെരുക്കൽ കൊണ്ടുവച്ചത്? ചുമ്മാതെയല്ല. കണക്കിൻ്റെ ഒറിജിൻ അവിടെ ദൈവ പൈതലേ. ഇത് അവിടുന്ന് ഇതെല്ലാം ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലാക്കണം. ഈ കൂട്ടുക, അഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ 3 എഴുതിയിട്ട് നമ്മൾ പ്ലസ് ഇട്ടെന്നിരിക്കട്ടെ, അധിക ചിഹ്നം 3+. ഈ പ്ലസ് ഇട്ടാലൊരു പ്രശ്നമുണ്ട്. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഏതക്കം വരുന്നോ അത്രയുമേ കൂടത്തുള്ളൂ. 3 + 2 മീൻസ് എത്ര? 5. ഒരു കാലത്തും അതെന്താകത്തില്ല? 6 ആകത്തില്ല. സ്തോത്രം. നമ്മളിനി അത് 6 ആക്കിയാൽ ടീച്ചറിൻ്റെ ചെവിക്ക് പിടി കിട്ടുമെന്നല്ലാതെ ആരാടാ നിന്നെ ഇത് പഠിപ്പിച്ച് പോയി തിരുത്തിയേച്ച് വാടാന്നും പറഞ്ഞ് 6 പിന്നെയും നമ്മൾ എന്താക്കും? 5 ആക്കും. ഞാൻ പറഞ്ഞത് പ്ലസ് ഇട്ടാൽ അത്രേ വർദ്ധിക്കൂ. ഇനി ഈ പ്ലസ് മാറ്റിയിട്ട് 2ാമത്തെ ഓപ്പറേഷനായ ആ മൈനസ് ഒന്ന് ഇട്ട് നോക്കൂ. 3ൽ നിന്ന് 3 - 2. മൈനസിനും ഒരു പ്രത്യേകതയുണ്ട്. മൈനസ് ഇട്ടിട്ട് എത്ര എഴുതുന്നോ അത്രയുമേ കുറയത്തുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ കുറയുമോ? കുറയത്തില്ല. നമുക്ക് 4ാമത്തവനെ ഒന്ന് എടുക്കാം. ഡിവിഷൻ, ഹരണം. അവൻ്റെ പ്രത്യേകത എന്തോന്നറിയാമോ? അവൻ പ്ലസിനേക്കാളും ഇച്ചിരി വീര്യം കൂടിയവനാ. ഞാൻ പലപ്പോഴും പറയുന്ന അവൻ്റെ ജോലി എന്തോന്നറിയാമോ? ഈ ഷവർമ്മ കടയിലോട്ടൊക്കെ നമ്മൾ ക്ഷമിക്കണേ, ഉപവാസമാണ് ഞാൻ, എങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. സ്തോത്രം. ഷവർമ്മ ഒരുത്തൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കത്തി എടുത്തവൻ എന്തോ ചെയ്യുന്നേ? വെട്ടി ഇറക്കുക അവൻ, ഇല്ലേ? ഇത് തന്നെ ഈ ഹരണവും ചെയ്യുന്നത്. ജീസസ്. 10 ഡിവൈഡഡ് ബൈ 2, 10 ഭാഗം 2. 10 - 2 എത്ര കിട്ടുന്നേ?
8. 10-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമ്മൾ പറയും പോട്ട് പോയാലും എത്രയേ പോകുന്നുള്ളൂ? 2 പോകുന്നുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 8 ഉണ്ടല്ലോ എന്ന് നമുക്കൊരാശ്വാസം. പക്ഷെ 4-മത്തവൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ നമ്മുടെ ഉറക്കം പോകും. 10/2 എത്ര പോയി? ജീവിതത്തിൻ്റെ പകുതി. പിന്നെ 5 ഉള്ളൂ ബാക്കി. ഞാൻ പറയാം, ഈ 3 കണക്കും നമ്മെ പരിമിതപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ട് കണക്കിൽ 4മതൊരു ഓപ്പറേഷൻ, ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു ഗുണനം, ഒരു ഗുണനക്രിയ ദൈവം എന്തിനാ ചെയ്തതെന്നറിയാമോ ദൈവവൈതലേ? അത് ഇന്ന് പകൽ ആ ദൂത് ഇവിടെ ഒന്ന് കൈമാറുകയാ. ഇന്നലകളിൽ ഈ പ്ലസ് ചെയ്താൽ അത്രയേ കിട്ടൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആര് തന്നെന്ന് പറഞ്ഞാലും അത് പ്ലസ്സേ കിട്ടൂ. കാരണം അച്ചായൻ പറഞ്ഞത് മാത്രമേ. 2000 രൂപ തരാമെന്ന് പറഞ്ഞാൽ അച്ചായൻ എത്രയേ തരൂ? ആരുടെയും കുറ്റമല്ല. ഞാൻ അത്രയല്ലോ തരാമെന്ന്, അത് തന്നെ എനിക്കറിയാമെന്നാണ് പറയുന്നത്, ഇല്ലേ? 2 തരാമെന്ന് പറഞ്ഞാൽ എത്രയേ തരൂ? 2010 തരത്തില്ല. സ്തോത്രം, ഇല്ലേ? പ്ലസ് നമ്മെ പലപ്പോഴും പരിമിതപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ഒത്തിരി പ്ലസ് നമ്മൾ കിട്ടിയതാ. പക്ഷെ പ്ലസ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ വേദന മാറുന്നില്ല. പിന്നെ അടുത്ത പ്ലസിനെ തപ്പി നടക്കുക നമ്മൾ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആരുണ്ട്? അടുത്ത പ്ലസിനെ തപ്പിയാണ് ഞാൻ നടക്കുന്നത്. മൈനസ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നതാ. ഡിവിഷൻ, ഹരണമെന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരം. പക്ഷേ ദൈവം ഭൂമിയിൽ 4മതൊരു പോംവഴി കണ്ടിട്ടുണ്ടെന്ന്. എന്താ 4മത്തെ പോംവഴി? 4മത്തെ ക്രിയ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 10/5. 10/5 എന്നെയും കൂടെ തെറ്റിക്കല്ലേ നിങ്ങൾ? ഞാൻ 1-മതേ കണക്കിൽ വീക്കാ. 10/5 എത്ര കിട്ടുന്നേ? 10/5 2 കിട്ടൂ. 10 + 5 10 - 5. ഈ 3 ഓപ്പറേഷനും ഇത്രേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഗുണനത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ, ഗുണനം എന്തോ ചെയ്യുന്നതെന്നറിയാമോ? ഈ സർവ ചരിത്രവും മാറ്റുക. ഞാൻ ദൈവത്തിൻ്റെ കണക്കിലേക്ക് വരും. നമ്മൾ കണക്ക് മാഷിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിച്ച കണക്ക് പുസ്തകത്തിൽ നിന്ന് പുറത്ത് ദൈവവൈതലേ, ദൈവത്തിൻ്റെ കണക്ക് ഇരുന്ന് കൂട്ടുന്നതല്ല. നിങ്ങൾക്കറിയാമോ, സമുദ്രത്തിലെ മത്സ്യത്തോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്തോ ചെയ്യണമെന്നാ? പെറ്റ് ഈ കണ്ട ഇത്രയും നൂറ്റാണ്ടുകളായി ഈ കണ്ട മനുഷ്യർ ഇത്രയും മത്സ്യം കഴിച്ചിട്ടൊരു ദൂത ഞാൻ കൈമാറുന്നത്. ഇത്രയും മത്സ്യം കഴിച്ചിട്ടും പിടിച്ചിട്ടും ഏത് തീരുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? കാരണം പറഞ്ഞുതരാം. മത്സ്യങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് കണക്ക് കൂട്ടുകയാണ്. ചിന്തിക്കട്ടെ, ഇന്നലെ നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മളിന്ന് കാൽക്കുലേറ്റർ എടുക്കുന്നില്ല, കണക്ക് കൂട്ടലിൻ്റെ കാര്യമേ പറഞ്ഞു വരും. നമ്മളിരുന്ന് കണക്ക് കൂട്ടുമെന്ന്. നമ്മൾ കൂട്ടിയാൽ ഇങ്ങനെ പ്ലസ് മൈനസും, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ സ്വർഗം പറഞ്ഞു, ഇരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കരുത്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ഇരുന്നിരുന്നിരുന്ന് കൂട്ടി തലവേദന കൂട്ടുന്നത് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ കണക്ക് എന്തുവാ? എപ്പോഴും പെരുകല ദൈവത്തിൻ്റെ കണക്ക്. നമുക്കറിയാമോ, ഏകജാതനി ഭൂമിയിലേക്ക് വന്നപ്പോഴേ, നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നു എണ്ണിച്ചുട്ടപ്പം പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും പെരുകാൻ കഴിയാത്ത 2 മീനെന്ന് പറഞ്ഞാൽ അത് 2 മീൻ തന്നെ. 5 മത്സ്യമെന്ന് പറഞ്ഞാൽ അത് 5 മത്സ്യം തന്നെ. 7 പറഞ്ഞാൽ 7 തന്നെ. ലോകത്തിൽ ആർക്കും ഇനി ആ നമ്പറിനെ, യെസ്,
ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ദൈവാത്മാവ് സമയത്തെ ജയിക്കുമെന്ന് ഒരു ദൂത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ദൂതിലേക്ക് പോവുകയാ. കർത്താവ് ചില കണക്കുകളെ ജയിക്കാൻ പോവുകയാണെന്ന്. തൻ്റെ കയ്യിലിരിക്കുന്ന ആമേൻ ആ 5-നെ ആ 2-നെ ചരിത്രത്തിൽ ആർക്കും വർദ്ധിപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ കരങ്ങളിലെടുത്തിട്ട്, നിങ്ങൾക്കറിയാമോ അവിടെ നടന്നത് അഡിഷനല്ല. എന്നാൽ 5-ൻ്റെ കൂടെ 5 കൂടി ഇരിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ബാക്കി കണക്ക് നിങ്ങൾക്ക് പറയാമോ? അവിടെ എന്തുവാ സംഭവിച്ചത്? ഏത് കണക്കാ വന്നത്? അവിടെ പെരുകല. സ്വർഗത്തിൻ്റെ കണക്ക് പെരുകലാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എന്താ? ഒന്നാമത്തെ വിതയിൽ നഷ്ടം, പൊട്ടി, ഉള്ളതൊക്കെ പറവജാതി കൊണ്ടുപോയി. രണ്ടാമത്തത് മുള്ളു കൊണ്ടുപോയെന്നേ. മൂന്നാമത്തത് താണ്ട പാറക്കൂട്ടം ചതിച്ചെന്ന്, ഇച്ചിരി വളരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി നാൾ ആ പഴയ മലയാള ഭാഷയുടെ അർത്ഥം അറിയത്തില്ലായിരുന്നു. മേനി എന്നൊരു വാക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? 100 മേനി എന്ന് തന്നെയാണോ ഇപ്പോഴും കിടക്കുന്നത്? എനിക്ക് ഒത്തിരി നാൾ മേനിക്ക് ശരീരമെന്നൊരർത്ഥമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 30, 60, 100 മേനി, എനിക്കതിൻ്റെ മീനിങ് അറിയത്തില്ല. ഒത്തിരി നാൾ, ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് 30 + 60 + 100 എന്ന്. സത്യമായിട്ടുള്ള കാര്യം പറയുക. അപ്പം 30 + 60 + 100 എത്ര ആയിരിക്കും എന്ന് പറഞ്ഞ്? 30 + 60 + 100 എത്ര? 30 + 60 എത്ര? മക്കളെ തെറ്റിക്കല്ലേ എന്നെ കൂടെ. 80 ഇല്ലയോ? അത് 90. അതിൻ്റെ കൂടെ 100 കൂടെ ഇട്ടാൽ, പ്ലസ് ഇട്ടാൽ അത്രയല്ല വരൂ. പക്ഷെ സ്വർഗത്തിൻ്റെ പ്രവൃത്തി കണ്ടോ? മേനി മീൻസ് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ എന്നതിൻ്റെ, പെരുകലെന്നതിൻ്റെ അർത്ഥം. മേനി എന്നുള്ളതിന് ബ്രാക്കറ്റിൽ പെരുകലെന്നൊന്ന് എഴുതിയിട്ടാൽ മതി. ഇനി നിങ്ങൾ ആ കണക്കിലേക്കൊന്ന് പറ. ആ പ്ലസ് അങ്ങ് മാറ്റിയിട്ട് എന്തോ ഇടണം? ഇൻറ്റു വന്നിട്ട് 30 × 60 എത്ര? 1800 ഇല്ലേ? പിള്ളേരൊക്കെ കാൽക്കുലേറ്ററൊക്കെ എടുക്കാൻ തുടങ്ങി. എടുക്കട്ടെ ഇല്ലേ? അതേ ഗുണം എത്ര? 100. കണക്ക് പോയ പോക്ക് കണ്ടോ? ദൈവത്തിൻ്റെ കണക്ക് പെരുകല. ഞാൻ എന്തിനാ ഇവിടെ നിന്നിത് പറഞ്ഞതെന്നറിയാമോ? എവിടെയൊക്കെയോ എണ്ണത്തിൽ കുറഞ്ഞെന്നോ, കഴിവിൽ കുറഞ്ഞെന്നോ, ആണ്ടുകൾ കുറഞ്ഞു പോയെന്നോ, കണക്ക് കൂട്ടലിൽ പിഴച്ചു എങ്കിൽ കണക്കുകളെ നിയന്ത്രിക്കുന്നവൻ, സമയത്തെ നിയന്ത്രിക്കുന്നവൻ ഇന്ന് പകൽ ഷെഖേനയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. ജീസസ്, ഞാൻ അതിലേക്കൊന്ന് മടങ്ങി വന്നുകൊള്ളട്ടെ. ഞാൻ എബ്രായരിൽ നിന്ന് ഒന്ന് ഓടി പോകാൻ താല്പര്യപ്പെടുക. ഫറവോൻ പീഡിപ്പിക്കും തോറും അവരെണ്ണത്തിൽ പെരുകല നടന്നത്. ചുമ്മാ ഇരുന്ന് കൂട്ടുകല്ല. നമ്മളിങ്ങനെ മാസത്തിൽ 30 ദിവസം ഇരുന്ന് കണക്കൂട്ടലോ. 1-ാം തീയതിയായി, ഞാൻ എൻ്റെ കാര്യമോ പറയൂ, 1-ാം തീയതിയായി, ഒരാഴ്ചയായി, അയ്യോ 3 ആഴ്ച, കണക്ക് കൂട്ടല. തമ്പുരാൻ എന്നോട് പറഞ്ഞു, എടുത്തു മാറ്റ് നിന്റെ കണക്ക്, എൻ്റെ കണക്കിലേക്ക് കയറി നിൽക്കാമോ? ജീസസ്. ഷെഖേനയുടെ കീഴിൽ ഒരു കൂട്ടം ജനം ഇറങ്ങാൻ പോവുകയാ. കഴിഞ്ഞ 400 വർഷമായി ഫറവോന്റെ കീഴിൽ നിന്നിരുന്ന ആ ജനം തകരുമെന്ന് കണക്ക് കൂട്ടിയെങ്കിൽ വർദ്ധിച്ചു വന്നപ്പോൾ, ഇനി ഞാൻ ആ ഷെഖേനയിലേക്ക് വരികയാണ്. എപ്പോൾ അവർ ഈജിപ്തിൻ്റെ അതിര് വിട്ടോ, എപ്പോൾ അവർ മിസ്രയീമിൻ്റെ അതിര് എന്ന് വിട്ടോ, അന്ന് ഇന്ന് വരെ കാണാത്ത ഒരു വെളിപ്പാട്. അവരൊത്തിരി മേഘങ്ങൾ കണ്ടതാ. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ മേഘങ്ങൾ കണ്ടതാ. എത്രയോ മേഘങ്ങൾ നമ്മെ ചതിച്ചു. കൂടെ പഠിച്ച സുഹൃത്തുക്കൾ നമ്മെ ചതിച്ചില്ലേ, കളിപ്പിച്ചില്ലേ? എത്രയോ മേഘങ്ങളിൽ ഞാൻ പ്രതീക്ഷ വെച്ചു. ഇന്ന മേഘം, ഇന്ന വ്യക്തി, ഇന്ന കുടുംബം, ഇന്ന വിഷയം, എനിക്ക് അതിനകത്തൂടെ ഒരാശ്വാസമുണ്ടെന്ന് ഞാൻ കണക്ക് കൂട്ടി. പറയാം,
ആ മേഘങ്ങളൊന്നും എനിക്ക് വേണ്ടി നന്മ പൊഴിക്കാതിരുന്നപ്പോൾ, കർത്താവിൻ്റെ സമയം വന്നപ്പോൾ, ഏത് ആ രാത്രി വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയുടെ ആ രാത്രി എന്ന് അവർ ഈജിപ്തിൻ്റെ അതിര് കടന്നു. ഇത്രയും നാൾ കാണാത്ത ഒരു ഷെഖേന, ഇത്രയും നാൾ കാണാത്ത ഒരു ദൈവിക വെളിപ്പാട്. അവരൊത്തിരി മേഘങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ഒത്തിരി മേഘങ്ങളൊക്കെ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയപ്പെടുത്തുന്ന മേഘമല്ല, ഇത് മുൻപോട്ട് നടത്തുന്ന ഒരു മേഘം. ഈ പകൽ ആ ദൈവത്തിൻ്റെ, ഞാൻ പറയാം, പുതിയ നിയമത്തിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ദൃശ്യമായൊരു മേഘമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആ ഒരു മേഘം അങ്ങനെ അക്ഷരികമായി എപ്പോഴും വരണമെന്നില്ല. മേഘത്തിൻ്റെ ഇന്നത്തെ അർത്ഥം ഗൈഡൻസ് എന്ന, നടത്തിപ്പെന്ന. നമ്മൾ ആ നടത്തിപ്പിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതാണ് പുതിയ നിയമ അർത്ഥം. പിന്നെ ആ നിലകളിൽ ഒരു ദൃശ്യ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം. ഞാനതിൻ്റെ ആ തലത്തിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. അവരിലേക്ക് തന്നെ ഒന്ന് വന്നിട്ട് പോകാം. ഈ ഷെഖേനയുടെ കീഴിൽ അവർ നിന്നപ്പോൾ 3 ഗുണങ്ങൾ അവർക്ക് സംഭവിപ്പാനായിട്ടിടയായി. നമുക്ക് നന്നായിട്ടറിയാം, എങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു പോവുകയാണ്. പഠിച്ചവർക്കും കേട്ടുപരിചയമുള്ളവർക്കും അറിയാം, ഷെഖേനയുടെ കീഴിൽ നടന്നപ്പോൾ 3 ഗുണവിശേഷങ്ങൾ അവർക്കുണ്ടായി. കർത്താവ് അവരോട് പറയുകയാണ്, 1, നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചില്ല. 2, നിങ്ങളുടെ കാലുകൾ നീര് വെച്ച് ഇല്ല. 3, നിങ്ങളുടെ ചെരുപ്പ്. സംശയമുള്ളവർക്ക് ആവർത്തനം 29 നോക്കിയിട്ട് ഇങ്ങ് തിരിച്ചു വരാം. നമുക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് സമയപരിധിക്കുള്ളിൽ തന്നെ. ആവർത്തന പുസ്തകം 29 അധ്യായത്തിലേക്കൊന്ന് വന്നാട്ട് 29ന്റെ 5 എന്താ നാം വായിക്കുന്നത്? 4-ാം വാക്യം നോക്കിയാട്ട്. 4-ാം വാക്യം. മറ്റൊരു ഭാഗത്ത് എടുക്കണ്ട, മറ്റൊരു ഭാഗത്ത് ഇതും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലുകൾ നീര് വെച്ച് വീങ്ങിയില്ല. എന്തുകൊണ്ടാണ് ദൈവം ഇത് പറഞ്ഞതെന്നറിയാമോ? കാരണമുണ്ട്. ഞാൻ പറയാം, കർത്താവ് ഒരു കാര്യം പറയുന്നെങ്കിൽ ചുമ്മാതെ സംസാരിക്കത്തില്ല. ഈ ദൈവം അവരെ ഒരു കാര്യം ഓർപ്പിക്കുക. ഇത് ആവർത്തിക്കപ്പെടുന്നൊരു പുസ്തകം, അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഇവരുടെ കാല് പണ്ടൊക്കെ ഈ മെതിക്കളത്തിൽ കിടന്ന് ചവിട്ടോട് ചവിട്ടല്ലേ, ഈ ഒരാഴ്ച നിർത്താതെ ചേറ് ചവിട്ടി ഞാൻ പറയാം, അവർ ഒരാഴ്ച ആരോഗ്യത്തോടെ മണ്ണ് കുഴച്ചെങ്കിൽ അടുത്ത ഒരാഴ്ച അവർ തിരുമാൻ പോവും. എന്താ കാര്യം എന്നറിയാമോ? രാപ്പകലല്ലാതെ ഈ കാലെന്ത് ചെയ്യുക? അധ്വാനമാണ്. അത് നിമിത്തം പലപ്പോഴും അവരുടെ കാല് എന്തായിട്ടുണ്ട്? വീണ്ടും ഞാൻ ആരോഗ്യ വിഷയത്തിലേക്കൊന്ന് തെന്നി വീഴുകയാണോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാ. ഈ നീരൊട്ട് മാറുന്നോ? ഈ കുഴമ്പങ്ങോട്ട് തീരുന്നോ? എൻ്റെ വീടെന്തോ ആശുപത്രിയാണോ? മനസ്സിലാവുന്നുണ്ടോ? കാരണം എത്ര തിരുമിയിട്ടും എന്തെല്ലാം ചെയ്തിട്ട് ഏത് മാറുന്നില്ല. നീര് 10 ദിവസം ലീവ് എടുത്ത് പോയി തിരുമ്മി കാല് നേരെ ആക്കിയാലും വരേണ്ടത് എങ്ങോട്ടാ? ഇല്ലയോ? ചുരുക്കി പറഞ്ഞ കിട്ടുന്ന നന്മയുടെ പകുതി കൂടുതലും എവിടെ പോവാ? അത് ചികിത്സിക്കുന്ന എവിടാന്നറിയാമോ? മിസ്രൈമിലെ ഡോക്ടറെ അടുത്ത് തന്നെ ചെല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ കാശും ആർക്കാ ചെല്ലുന്നേ? ഇന്ന് പകൽക്കാലം ചിലതിനെ വിവേചിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിതത്തിൽ അനുഭവിക്കേണ്ട ചില സ്വസ്ഥതകൾ ചോർത്തിക്കളയുന്ന
അവരുടെ കാല് വീങ്ങലോട് വീങ്ങല. അടുത്ത നിങ്ങൾക്കറിയാമോ, ഒരു നല്ല ചെരുപ്പിട്ട് വാങ്ങിച്ചാൽ യവനിട്ട് നടത്തിക്കുമല്ലയോ. നമ്മളും ചെരുപ്പ് വാങ്ങിക്കുന്നവരല്ലയോ. സാറേ കൊണ്ടുപോ സാറേ, നല്ല ചെരുപ്പാന്നും പറഞ്ഞു 4 മാസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ തയ്ക്കാൻ ഓടണമില്ലേ. തയ്ക്കുന്നത് പിന്നെ സഹിക്കാം, എവരും നടപ്പോട് നടപ്പാം. എവർക്കും ജോലി എന്തുവാ, 4 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഏത് മാറണം, ചെരുപ്പ്. കാരണം എന്താണെന്നറിയാമോ, മിസ്രൈമ്യ ചെരുപ്പ് പെട്ടെന്ന് തേയുന്നതാ. ഈ പറയുന്നതിൻ്റെ ആ വെളിപ്പാട് മനസ്സിലാക്കണം. കാരണം അവിടുത്തെ ചെരുപ്പുണ്ടാക്കുന്നവർ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ പ്രത്യേകം ചെരുപ്പാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് നല്ല ചെരുപ്പ് കൊടുത്താലും യവന്മാർക്കറിയാം, യവന്മാർ ഇവിടുത്തെ അടിമകളില്ലയോ, യവനൊക്കെ 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, നല്ല ചെരുപ്പ്. അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ട് യവന്മാർ ചെരുപ്പുണ്ടാക്കും. കൃത്യമായിട്ട് ചെരുപ്പ് കടക്കാർക്കറിയാം. എന്തോ അറിയാം, 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ തേഞ്ഞ് തേഞ്ഞ് തേഞ്ഞ്, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ എന്തോ തേഞ്ഞെന്നോ തേച്ചെന്നോ എന്തൊക്കെയല്ലോ അത് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ തേഞ്ഞതിന് കയ്യും കണക്കും ഉണ്ടോന്ന്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തതാ ജീസസ്. അടുത്തതെന്തെന്നറിയാമോ, നിങ്ങളുടെ വസ്ത്രം. ഈ വസ്ത്രം ജീർണിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വിയർപ്പ് നിമിത്തമാണ്. അധ്വാനത്തോട് അധ്വാനമില്ലയോ. എത്ര നല്ല വസ്ത്രം വാങ്ങിച്ചിട്ടാൽ പരമാവധി 1-2 മാസം കഴിയുമ്പോൾ വിയർപ്പിൽ കുളിച്ച് പൊടിഞ്ഞ് ഇവരുടെ ഡ്രസ്സെല്ലാം ജീർണിക്കുക. ചുരുക്കത്തിൽ അവർ കണ്ട് വളർന്നത് ചില ജീർണതകളാണ്. ഞാൻ വേഗത്തിൽ പോവുക, മനസ്സിലാവുന്നുണ്ടോ? 4 തലമുറകളായി അവർ കണ്ട് വളർന്നത് ജീർണതയാണെന്ന്. അത് അവസാനിക്കുവാൻ പോവാ. പിടികിട്ടുന്നുണ്ടോ? നാളുകളായി എവിടെയൊക്കെയോ ജീർണിപ്പിച്ച്, അതിന് ചിന്തകളെയോ കഴിവുകളെയോ ജീർണിപ്പിച്ച ഫലങ്ങളുണ്ടോ? എവിടെയൊക്കെ വിട്ട് മാറാതെ സ്വർഗം പറയുക. അങ്ങനെ അതിൻ്റെ കീഴിൽ നിങ്ങൾ നിന്നപ്പോ ജീർണിച്ചതിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഓർമ്മ വല്ലതും ഉണ്ടോ? സ്വർഗം പറയുക 40 years നിങ്ങൾ ഏതിൻ്റെ കീഴിൽ നിന്നു? അണ്ടർ ദ ഷെഖീന, തേജസ്സിൻ്റെ കീഴിൽ, നിയോഗത്തിൻ്റെ കീഴിൽ, നടത്തിപ്പിൻ്റെ കീഴിൽ നിന്നപ്പോ ചരിത്രം തിരുത്താൻ പോവാ. ഇന്ന് പകൽ, ഈ 6ാമത്തെ പകൽ, ഇന്നലെ വരെയുള്ള ചരിത്രത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ നിർത്താൻ പോവാ. ഇനി ജീർണിക്കുന്ന ചരിത്രമില്ലത്. നാൽപ്പത് വർഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇവരെല്ലാവരും കൂടെ ഡ്രസ്സ് മാറാൻ പോയിരുന്നെങ്കിൽ എവിടെ ചെന്ന് ഡ്രസ്സ് വാങ്ങുമെന്നായി പറയുന്നത്? അവരുടെ വസ്ത്രം ജീർണിച്ചില്ലല്ലോ. കാല് നീര് വെച്ച് വീങ്ങിയില്ലെന്ന്, ചെരുപ്പ് തേഞ്ഞില്ല. അക്ഷരികമായി പഴയ നിയമ ഇസ്രായേലിന് ഇത് സംഭവിച്ചെങ്കിൽ, ഞാൻ ഇന്ന് പകൽ പറഞ്ഞു വരുന്നത് നമ്മുടെ അക്ഷരിക ചെരുപ്പ് തേയുന്നതോ ഡ്രസ്സിൻ്റെ കാര്യമോ നമ്മുടെ കാലിൻ്റെ നീരോ അല്ല. പുതിയ നിയമ വിശ്വാസ ജീവിതം ജീർണിക്കാതെ, കാഴ്ചപ്പാട് തളർന്നു പോകാതെ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഓ, എവിടെയൊക്കെയോ ജീർണിച്ചു പോയോ ദൈവ പൈതലേ. ഈ 6ാമത്തെ പകൽ ഇന്നിവിടെ വന്നപ്പോഴും വല്ലാതെ ജീർണിച്ച മനോഭാവത്തോടെ കയറി വന്ന് ആരൊക്കെയോ മുഖത്തെ വാട്ടിയോ, ഇന്ന് പകൽ ആ തലം ഇവിടെ അങ്ങ് അവസാനിക്കട്ടെ. ഇന്നലെ വരെ മേഘമാകേണ്ടതെങ്കിൽ, ഇന്നലെ വരെ സാധാരണ മേഘമാകേണ്ടതെങ്കിൽ ഇനി കാണുന്നത് ഷഖേലയാകട്ടെന്ന്, ഇനി സാന്നിധ്യം അനുഭവിക്കുന്ന
ഒരു നിമിഷം എഴുന്നേക്കാൻ കഴിയുന്നവർക്ക് മാത്രം ആമേൻ വേഗത്തിൽ ആമേൻ ഒന്ന് എഴുന്നേൽക്കാമോ? ദൈവാത്മാവിൻ്റെ ഒരു നിയോഗം ചിലരുടെ മേൽ കൈമാറുക. ജീസസ്. കഴിഞ്ഞ ചില നാളുകളായി ജീർണിച്ച ചില തലങ്ങൾ ഈ പകൽ അതങ്ങ് അവസാനിക്കട്ടെന്ന്. ഞാനിതൊരു അതിശയോക്തിയോ? ജീസസ്, ഇത് നിങ്ങളെ കേവലം സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ലത്. ശെഖേനയുടെ കീഴിലേക്ക് കയറാമെങ്കിൽ, ആത്മനിയോഗത്തിന്റെ കീഴിൽ നിൽക്കാമെങ്കിൽ, ചോദ്യങ്ങൾക്ക് ഈ പകൽ മറുപടിയുമായിട്ട് വേണം തിരിച്ചു പോകാൻ. എൻ്റെ ജീർണതകൾ ഇവിടെ അവസാനിക്കുന്നു. എവിടെയൊക്കെയോ എന്നെ നിന്ദിച്ച്, എൻ്റെ വസ്ത്രത്തെ പഴകി, എൻ്റെ വിശ്വാസ ജീവിത അനുഭവത്തെ ഒരുപക്ഷെ ദുഷ്ടൻ നേരം വെളുക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ ഓതും, ഇന്നത്തെ ദിവസവും നിൻ്റേത് കണക്കാ. നോ, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഒരു പുതിയ തലത്തിലേക്കൊന്ന് കയറിയാൽ, പിതാവേ, ഈ 6ാമത്തെ പകൽ ഞങ്ങൾ ആ ശെഖേനയുടെ നടത്തിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ ഊഴിയ വിചാരകന്മാർ ഞങ്ങളെ തകർത്ത സ്ഥാനത്ത്, ഞങ്ങളെ തല്ലി നടുവൊടിച്ച് പുറത്തു വിടുകയില്ല എന്ന് വാദിച്ച സ്ഥാനത്ത് ശെഖേന പറയുന്നു, മുൻപോട്ട് പോ. യെസ് പിതാവേ, ഈ ജനത്തിൻ്റെ മേൽ ഞങ്ങൾ ആ അനോയിന്റിങ് ഇവിടെ കൈമാറി. ഇന്നു മുതൽ ജനം ഒരു പുതിയ ലെവലിലേക്ക്, ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കയറട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. വളരെ